ഹലോ, ഡ്രീം ടു ഡെബ്യൂ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലത്തിൻ്റെ മരുമകളും ട്രിവാൻഡ്രത്തിൻ്റെ മകളുമായ ശ്രീകുട്ടി കെ നായരാണ്. മാം, വെൽക്കം ടു ദ ഷോ. ആൻഡ് ഈ ഒരു മുഖം നമ്മൾ ആരും മറക്കത്തില്ലല്ലേ. വാഴ 2 മൂവി കണ്ട എല്ലാവർക്കും ലതിക, ലേഖ, ലക്ഷ്മി ആരായിരുന്നു? ലേഖ. സത്യം പറ, ഈ കുട്ടി സിനിമ കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോ അറിയണം. ഐ വാണ്ട് ദ കംപ്ലീറ്റ് ലിസ്റ്റ് ബിഫോർ സൺസെറ്റ്. അതെ, അപ്പൊ ലേഖ ടീച്ചറിനെ ആരും മറക്കില്ല അല്ലേ? ലേഖ ടീച്ചർ എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു പ്രേമത്തിന് കുഴപ്പം തുടങ്ങി എന്ന് പറയുന്നത് ടീച്ചറിന്റെ പേരിനേക്കാളും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതല്ലെങ്കിൽ നിങ്ങള് ടീച്ചർ ഇപ്പൊ വരുന്ന മെസ്സേജസ് എല്ലാം സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ട്രെയിലറിൽ പ്രേമത്തിന് എന്താ കുഴപ്പം എന്നുള്ള ഐക്കോണിക് ഡയലോഗ് ആയിരുന്നു. അതിനുശേഷം ഇപ്പൊ വരുന്ന മെസ്സേജ് എല്ലാം നമ്മളെ ഡിങ്കോൾഫി ടീച്ചർ എന്നാണ്. ഏതായാലും ഏതെങ്കിലും ഒരു രീതിക്ക് നിങ്ങൾ എന്നെ ഏറ്റെടുത്താൽ മതി. അതേ മതി, സന്തോഷം. എങ്ങനെയെങ്കിലും ഏറ്റെടുത്താൽ മതി. ഏറ്റെടുത്തു. ഒരുപാട് നന്ദി പ്രേക്ഷകർ. ആദ്യം തന്നെ അത് തുടങ്ങാം. ഒരുപാട് നന്ദി. തുടക്കക്കാരി എന്നുള്ള രീതിക്ക് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഡെബ്യൂ ആണിത്. അതും ഇത്രയും നല്ലൊരു കിഡിലൻ ടീമിനോട്, അതും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അവഞ്ചേഴ്സ് ഗെയിം പോലെ 2020 സിനിമ പോലെയാണ്. സകലമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സും കൂടെ, ആഷിറാൻ ടീം, കുഡൂസ് ടീം, പിള്ളേർ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളൊരു വിഷുവിന് കാണാൻ പറ്റിയ ഒരു പൊളിപ്പടം. ആ പൊളിപ്പടത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആ ലേഖ ടീച്ചറിനെ നിങ്ങൾ ഏറ്റെടുത്തതിൽ അതിനേക്കാളും സന്തോഷം. ഓക്കെ, അപ്പോൾ അതിലൊക്കെ മുന്നേ നമുക്ക് മാമിൻ്റെ ഒരു ഒരു ചൈൽഡ്ഹുഡ് എങ്ങനെയാണ് നമ്മൾ ഫിലിമിലേക്കുള്ള എൻട്രി ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു 7 വയസ്സിൽ മാം സ്റ്റാർട്ട് ചെയ്താണ് തുടങ്ങിയത്. അവിടെയാണ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ്. എൻ്റെ അച്ഛൻ്റെ അനിയൻ ജയൻ എന്ന് പറഞ്ഞാൽ കൊച്ചിച്ചൻ ദൂരദർശനിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ദൂരദർശൻ കാണാൻ വേണ്ടി പോയപ്പം അവിടെ ആദ്യമായിട്ട് എന്താ പറയുക, ന്യൂസ് റീഡിങ്ങിൻ്റെ ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ചേട്ടൻ മേക്കപ്പ് ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് സ്ക്രീനിൽ എന്നെ കാണിച്ചു തന്നു. ചുമ്മാ കാണാൻ പോയി, ദൂരദർശൻ കാണാൻ വിസിറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ കൊച്ചിനെ പറഞ്ഞു എനിക്ക് ഇതുപോലെ സ്ക്രീനിൽ വരണം എന്ന് അന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചിനെ ഇറിറ്റേറ്റ് ചെയ്ത് കൊച്ചിന് എന്തോ ഒരു ഓഫർ ഇതുപോലെ പിള്ളേരെ തപ്പിയൊക്കെ വന്നപ്പം സന്തോഷ് ശിവൻ എന്ന് പറഞ്ഞ ഒരു ക്യാമറാമാൻ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അറിയാമോ എല്ലാവർക്കും അറിയാം. മൂപ്പരുടെ അച്ഛൻ ഇതുപോലെ ഒരുപാട് ഓഫ് ബീറ്റ് പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ശിവൻ സാറിന്റെ പടത്തിലാണ് ആദ്യമായിട്ട് ഞാൻ വന്ന ഒരു യാത്ര. എന്റെ ഫസ്റ്റ് ഷോട്ട് KP ലളിത ആന്റിക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു. ചെറിയ റോളായിരുന്നു, പക്ഷെ അതാണ് എന്റെ ഫസ്റ്റ് ഇത്. സ്റ്റാർട്ടിങ് അതൊക്കെ അങ്ങനെ പോകുന്ന വിചാരിച്ച്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ലൈഫ് മൂവ് ഓൺ ചെയ്തു. പഠിത്തം അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. പഠിത്തത്തിൽ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ. പിന്നെ ഒരു കാര്യം, അച്ഛനും അമ്മയ്ക്ക് പഠിത്തമായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മുടെ പാരന്റ്സ് അങ്ങനെ തന്നെയാണ്. പഠിച്ചോ. അപ്പം അങ്ങനെ പഠിച്ച് ജോലി എല്ലാവരും പഠിക്കുന്ന പോലെ +2 പഠിച്ചു, എല്ലാവരും പഠിക്കുന്ന പോലെ എഞ്ചിനീയറിംഗ് പഠിച്ചു, എല്ലാവരും പഠിച്ച് കയറുന്നതാണ് IT ഫീൽഡിലും. അങ്ങനെ അവിടെ കയറിയപ്പോഴാണ് നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ പാഷൻ ഇവിടെ അല്ല എനിക്കിവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലെന്നുള്ളത്. വീട്ടിൽ പോയി പറഞ്ഞു ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞു വേണ്ട മോളെ, നിന്നെ കല്യാണ മാർക്കറ്റിൽ ഡിമാൻഡ് കുറയും. അവർക്കറിയില്ലല്ലോ അല്ലെങ്കിലും ഡിമാൻഡ് കുറയുന്നുള്ള കാര്യം. പക്ഷേ അവർ പറഞ്ഞു കല്യാണ മാർക്കറ്റ് ഡിമാൻഡ് പറയും. അങ്ങനെ എന്താ പറയാ, വേണ്ട നീ അതൊന്നും അങ്ങനെയൊക്കെ പോകുന്ന ഇതാണ്. നമ്മുടെ പഴയ ടിപ്പിക്കൽ പാരൻസ് പഴയ ജോലിയിൽ ഫോക്കസ് ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡക്ഷന്, ബഡ്ജറ്റിലെ പ്രൊഡക്ഷനിൽ നിഷാൻ ചേട്ടൻ ചെയ്യുന്ന സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം. അതിൽ കുറച്ച് പിള്ളേർ, അത് ടെക്കീസിനെ തന്നെ വേണം, അത് അങ്ങനെയൊക്കെ ഒരു സ്റ്റോറിയാണ്. ആ ടെക്കീസിന് ഓഡിഷൻ വെച്ചപ്പോൾ ആ ഓഡിഷന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ പോയി. പോയപ്പം കുറച്ച് ആമ്പിള്ളേരുടെ ഇടയിൽ ടോംബോയ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അവർക്ക് കണ്ടു പറഞ്ഞു സെറ്റ് എടുത്തോ, ഇത് തന്നെ മതി പറഞ്ഞു. ഞങ്ങൾ ഉദ്ദേശിച്ച ആളിത് തന്നെയാണെന്ന് പറഞ്ഞു. അവർക്കറിയില്ലല്ലോ ഞാൻ വെള്ളി വെക്കാൻ നിൽക്കുന്നേ ഉള്ളൂ എന്നുള്ളത് ക്യാമറയ്ക്ക് മുമ്പിൽ. അന്ന് അവർ കണ്ടപ്പോൾ വിചാരിച്ചോ ഇതുപോലെ വർത്താനമൊക്കെ പറയുന്നുണ്ട്, എടുത്തോണ്ട് പോയി. അവിടെ ചെന്ന് വെള്ളിയൊക്കെ വെക്കുന്നുള്ളത് അവരറിഞ്ഞില്ല. പാവം എന്തായാലും അതായിരുന്നു തുടക്കം. അപ്പോൾ കാരണം അന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതിയായിരുന്നു. സമ്മതിച്ചപ്പോഴത്തേക്ക് വീട്ടുകാരത്തെ നിങ്ങൾ ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് എന്തോ ആയിക്കോ, മൂപ്പര് സമ്മതിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ പേര് മുകേഷ്, യൂണിയൻ ബാങ്കിൽ വർക്ക് ചെയ്യുവാണ്. അപ്പം മൂപ്പര് സമ്മതിച്ചിട്ടുണ്ട്, ഇനി എന്നെ പുറത്ത് പറയരുത്, ഞാൻ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ പോയി ചെയ്തപ്പോൾ മൂപ്പരുടെ വീട്ടിലും ഒക്കെ ഇത് സപ്പോർട്ടാണ്. അവർക്കൊക്കെ ഇത് കലയോട് ഇഷ്ടമുള്ള ടീമാണ്, കൊല്ലംകാരാണ്, കലയോട് ഇഷ്ടമുള്ള കൊല്ലംകാരാണ്. അങ്ങനെ ഷോർട്ട് ഫിലിം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാം ചെയ്യാമല്ലോ, ഷോർട്ട് ഫിലിമൊക്കെ ഇറങ്ങി, ഇനി ഞാൻ ഇതിനകത്ത് തന്നെ എന്ന് ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. ഞാൻ പ്രഗ്നന്റ് ആയി. അങ്ങനെ ആ സ്വപ്നം അവിടെ അങ്ങ് അടച്ചു പൂട്ടിയിട്ട് അടുത്ത കുഞ്ഞിലേക്കുള്ള സ്വപ്നങ്ങളായി. അങ്ങനെ
കൊച്ചു കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങനെ ഈ പറഞ്ഞ കണക്ക് മെറ്റേണിറ്റി പീരീഡിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ അടിച്ച് പണ്ടാരടങ്ങി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എൻ്റെ വീട്ടിൻ്റെ ഒരു കഥ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അച്ഛൻ ഇത്രയാക്കി. അതിങ്ങനെ അച്ഛൻ പറഞ്ഞത് മുന്നിൽ ഈ കട്ടല പൊളിക്കേണ്ടി വരുമോ മോളെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം വന്നത്. ഫ്ലവേഴ്സ് TV-യിലെ മലയാളി വീട്ടമ്മ എന്ന് പറഞ്ഞൊരു പരിപാടി വന്നത്. മലയാളി വീട്ടമ്മയിൽ അയച്ചു, ഓഡിഷന് കിട്ടി. അങ്ങനെ 1.5 വർഷം സ്ക്രീനിൽ അങ്ങ് നിറഞ്ഞാടി, ചെയ്യാത്ത ഒന്നുമില്ല. ഫയർ വിഴുങ്ങുന്നവരെയുള്ള പെർഫോമൻസുകൾ ചെയ്തു. അതിന്റെ റണ്ണറപ്പ് ആയിരുന്നു. അതായിരുന്നു ഒരു എന്താ പറയുക, ഒരു മേജർ ലൈഫ് ചേഞ്ചിങ്. അതായിരുന്നു അവിടെയാണ് എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ശ്രീകുട്ടി എന്ന് പറഞ്ഞ ഒരാളെ ചാനൽസിലൊക്കെ ശ്രദ്ധിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ആ ഹൈപ്പിലും ഇനിയിപ്പോൾ നാളെ സിനിമയിലോട്ട് ചെല്ലുന്നു, കയറുന്നു, സിനിമ കിട്ടുന്നു എന്നൊക്കെ വിചാരിച്ചു. കുട്ടിക്ക് ഞാൻ ഗ്യാപ്പ് വരുന്നില്ലല്ലേ, കുട്ടി ചോദിച്ചോളൂ. തുടങ്ങിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാക്കാണ് മെയിൻ. ചോദിക്കും മോളെ എന്തെങ്കിലും ചോദിക്കും, അതായത് കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പം മലയാളി വീട്ടമ്മ കഴിഞ്ഞു, ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ വിചാരിച്ചു കുറെ റൂൾസ് ഒക്കെ കിട്ടും എന്ന് പറഞ്ഞ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതെ, ഭയങ്കരമായ പ്രതീക്ഷയായിരുന്നു. മലയാളി വീട്ടമ്മ അന്നത്തെ ഹിറ്റ് പരിപാടിയാണ്. അതിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ റണ്ണറപ്പ് വരെ ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്ത അതിന് മുന്നേ ഒരു വെറുതെ ഭാര്യ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ വന്നവരെല്ലാവരും സിനിമയിലൊക്കെ കയറുന്നു. നമ്മളെ ആരെങ്കിലും വിളിക്കും എന്നൊക്കെ നമ്മളെ വിളിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നിരുന്ന് 7-8 വർഷം ഇങ്ങോട്ടങ്ങ് പോയി. അതിനിടയ്ക്ക് നമ്മളെ വിളിച്ചത് ഫ്ലവേഴ്സിൻ്റെ തന്നെ ഉപ്പുമുളകി ചെയ്തു. അതൊരു ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിരുന്നു. ബാസിയുടെ വൈഫായിട്ട് പുഷ്പലത എന്നൊരു ക്യാരക്ടർ, സുരഭി സുഹാസിനി മല്ലികാമയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന അതിൽ ചെയ്തു. നമ്മുടെ അനുമോളൊക്കെ വീണ്ടും ബിഗ് ബോസ് അനുമോളൊക്കെ ഉള്ള അതിനകത്തൊരു നല്ല റോള് ചെയ്തു. അങ്ങനെ എനിക്ക് സിറ്റ്കോംസ് മാറിയും തിരിഞ്ഞും ഒക്കെ വരുന്നുണ്ട്. അലയൻസി ചെയ്തു, നമ്മുടെ അബിവേഴ്സ് മഹി എന്ന് പറഞ്ഞ ഇതൊക്കെ ചെയ്തു. പക്ഷെ ഇതൊക്കെ ചെയ്തെങ്കിലും നമുക്ക് അൾട്ടിമേറ്റ്ലി സിനിമയാണല്ലോ. അപ്പം നമ്മൾ മനസ്സിലായി, ഒരു 5-6 വർഷം കഴിഞ്ഞ് മനസ്സിലായി ആരും നമ്മളെ വിളിച്ച് തരത്തില്ല, നമ്മളതിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മളെല്ലാവരും ആരെങ്കിലും എന്തെങ്കിലും പരിപാടി വന്ന് നമ്മൾ വിചാരിക്കും ഇപ്പൊ നാളെ നമുക്ക് സിനിമയിൽ കയറാം. അങ്ങനെയല്ല, ഇതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മളെയൊന്നും ആർക്കും സിനിമയ്ക്ക് വേണ്ട, നമുക്കാണ് സിനിമയ്ക്ക് വേണ്ട എല്ലാവരും പറയുന്ന കണക്ക്. നമ്മൾ കീപ്പ് ഓൺ ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ 5 വർഷത്തിന് ശേഷം അത് പഠിച്ചു. അതിനുശേഷം ഞാൻ 5-6 വർഷത്തിന് ശേഷം ഓഡിഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരുള്ള ഓഡിഷൻസിൽ പോയി. അവിടെയൊക്കെ നമ്മൾ വെറും ഷോ ആയിട്ടുള്ള ഓഡിഷൻസിൽ പോയി. നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര രസമുണ്ട്, നന്നായി വിളിക്കത്തില്ല. പിന്നെ നമ്മൾ പോവും, പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യും. നമുക്കറിയാം ഇത് വേറെ ഫേക്ക് ആയിരിക്കാം, എന്നാലും നമ്മുടെ പാഷൻ എവിടെയെങ്കിലും ചെയ്ത് തീർത്തുന്നുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. അതിനുവേണ്ടി അടുത്തതിനും പോവും. അതിനകത്ത് നമുക്ക് റിജക്ഷൻ കിട്ടും, പിന്നെയും റിജക്ഷൻ കിട്ടും. ജെനുവിൻ ആയിട്ടുള്ള ഓഡിഷൻ കോൾസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള അതിന് നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ആരെങ്കിലും കണക്ഷൻ വഴി വരുന്നതൊക്കെ ആയിരിക്കും കൂടുതലും വർക്കൗട്ട് ആവുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കുറച്ച് കഴിഞ്ഞ് മനസ്സിലാക്കിയത് എനിക്കിനി സ്കോപ്പ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ എൻ്റെ മോളെ റെഡിയാക്കി എടുത്താലോ, നടിയുടെ അമ്മ എന്നെങ്കിലും പറയാലോ. അങ്ങനെ വീണ്ടും ഒരു റിയാലിറ്റി ഷോയിൽ തലവെക്കാൻ തീരുമാനിച്ചതാണ്. അമൃത ടിവിയിലെ അമ്മയും മകളും എന്ന് പറഞ്ഞു, സൂപ്പർ അമ്മയും മകൾ. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി പേരന്തച്ഛനെ കൂട്ടാന്നുള്ളത്. മോള് കയറി തലയിൽ കയറി കളിക്കാൻ തുടങ്ങി. മോളെ വേണ്ട, നിനക്ക് അത്രയ്ക്ക് ആയിട്ടില്ല, അമ്മയുടെ സൈഡിൽ നിന്നാൽ മതി, നിന്നെ വലുതാവുമ്പോൾ ഞാൻ നായികയാക്കാന്ന് പറഞ്ഞു. അവളെ വീണ്ടും ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ചെയ്തല്ലോ പഠിത്തത്തിന്റെ വഴിയിലേക്ക് വിട്ടു. കുട്ടി വീട്ടിലിരിക്കൂ, അമ്മ ആദ്യം ഒന്ന് ഷൈൻ ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെയല്ല, പിന്നെ പറഞ്ഞ കണക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. തമാശയ്ക്ക് പറഞ്ഞതാണ്. ഒബ്വിയസ്ലി അവളെ വിളിച്ചു കഴിഞ്ഞാൽ അത് അത്രയും സന്തോഷം. നല്ല മിടിക്കുകയാണ്, എന്നെക്കാളും നല്ല മിടിക്കുകയാണ് അവൾ. അങ്ങനെ അതൊക്കെ ഇരുന്നപ്പോഴാണ് ഈ സിനിമയിലോട്ട് വന്നത്. ഇതിനു മുന്നേ ഇത് റിലേറ്റ് ചെയ്ത ഓഡിഷൻസൊക്കെ ഒരുപാട് പോയി, റിജക്ഷൻസാണ് കൂടുതലും. ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ അശ്വതി ജയകുമാർ, റൈറ്റർ വിപിൻ ദാസിൻ്റെ വൈഫാണ്. അപ്പം അവർ വഴിയുള്ള ഓഡിഷൻ. അപ്പോൾ അവൾ എൻ്റെ ഫ്രണ്ടാണ്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്, നല്ല ക്ലോസ് ആണ്. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു ചോദിക്കാനുള്ളൊരു മടിയുണ്ടല്ലോ ഭയങ്കര. അത് കാരണം ഒരുപാട് റിജക്ഷനൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ആ മടിയൊക്കെ അങ്ങ് മാറി. ഞാൻ പറഞ്ഞു ഓഡിഷൻസ് എന്തെങ്കിലും അങ്ങനെ റോളായിട്ടല്ല ഓഡിഷൻ എന്തെങ്കിലും. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു പുതിയ പടമുണ്ട്, അതിന് ഓഡിഷൻസിന് വിളിക്കുന്നുണ്ട്. ആദ്യമേ പറഞ്ഞു എടാ ഇഷ്ടപ്പെട്ടെങ്കിലേ എടുക്കുകയുള്ളൂ, നീ അങ്ങനെ കിട്ടിയെന്നൊന്നും വിചാരിച്ച് വരരുത്, ഓഡിഷൻസ് ഉണ്ട്, 3-4 റൗണ്ട് ഉണ്ടാവും. വാഴ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ കണ്ടിട്ടുള്ളപ്പോഴത്തേക്കും വിചാരിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പാട്ടാവാൻ എപ്പോഴെങ്കിലും ഒന്ന് പറ്റിയിരുന്നെങ്കിൽ. എല്ലാം നല്ല പടം കാണുമ്പോഴും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തെങ്കിൽ അതിനപ്പുറം പൊളിച്ചെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് സത്യമല്ല, നമുക്കത് ചെയ്തു തുടങ്ങുമ്പോൾ അറിയാന്നുള്ള നമ്മൾ ഇടുന്ന എക്സ്പ്രഷൻസ് ഒക്കെ വളരെ എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെ, എല്ലാവർക്കും. കാരണം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതിനുപരി ഒരു ഫെയിം ആഗ്രഹിക്കുന്നവർ, സത്യമായിട്ട് പറയട്ടെ, എല്ലാവർക്കും ഫെയിം ഇഷ്ടമാണ്. ലൈംലൈറ്റ് ഇരിക്കാൻ എല്ലാവർക്കും
എല്ലാവർക്കും ഇഷ്ടമാണ്. അതല്ല ഈ പൊളിറ്റിക്സ് ആയാലും സിനിമയ്ക്കായാലും ഇത്രയും ഡിമാൻഡുണ്ട്. പക്ഷേ എഫേർട്ട്, അതിന് പിന്നിൽ എഫേർട്ട് നമ്മൾ ഇതിൽ ശരിക്കും ഇറങ്ങുമ്പോഴേ അറിയുള്ളൂ. അങ്ങനെ എല്ലാവർക്കും നടനും നടിയും പൊളിറ്റീഷ്യനൊന്നും ആവാൻ പറ്റത്തില്ല. നല്ല പാടാണ്. നമ്മൾ കാണും, വെറുതെ നമ്മൾ പടം കണ്ടിട്ട് കുറ്റം പറഞ്ഞിട്ട് പോകും. ഒന്ന് കണ്ണാടിയിലൊക്കെ നോക്കി ഒരു എക്സ്പ്രഷൻ ഇടാൻ നോക്കി നോക്കും, വരത്തില്ല. ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് ഞാൻ പ്യൂപ്പ പോലത്തെ കുറേ ആക്ടിങ് വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് തരുമൂർത്തി സാറിന്റെ പ്യൂപ്പയിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് ആക്ഷൻ മോൾഡ് ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പിന്നീട് നടന്ന ഓഡിഷൻസിൽ ആ ചേഞ്ചും ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെയാണ് ഓഡിഷൻ നമ്മളവിടെ ചെന്ന് രാജേഷ് നാരായണൻ എന്ന് പറഞ്ഞ കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഓഡിഷൻ ചെയ്തത്. ആദ്യം രോഹിത് എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് വിപിൻ ദാസിന്റെ അവരുടെ വീഡിയോ അയച്ചു കൊടുത്തു, അവർക്ക് ഓക്കെ ആയി. പിന്നെ സെറ്റിൽ പോയിട്ട് രാജേഷ് നാരായണൻ, ഇതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ആദർശ്, ഇതിന്റെ 5 പ്രൊഡ്യൂസേഴ്സിൽ വാഴ 2-ന്റെ 5 പ്രൊഡ്യൂസറാണ് ആദർശാണ് ക്യാമറ. അപ്പം അത് 2 റോൾ, ഒരു അമ്മ റോളും ചെയ്യിപ്പിച്ചു, ഒരു ടീച്ചർ റോളും ചെയ്യിപ്പിച്ചു. എൻ്റെ രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒരു കുശുമ്പിയും ഒരു ചൊറിയും ഒക്കെയാണ് കൂടുതൽ അവർക്ക് എഫക്റ്റ് ആയത്. അമ്മയൊക്കെ പറഞ്ഞ സോഫ്റ്റ് ആയിരിക്കണം. എൻ്റെ ഭർത്താനത്ത് നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് അത്ര സോഫ്റ്റ് ഒന്നുമില്ല. അത്യാവശ്യം കള്ളത്തനും അത്യാവശ്യം ചൊറിയൊക്കെ ഉള്ള അത് മുഖത്ത് എന്തായാലും വലിക്കുമല്ലോ. അപ്പൊ ആ സാധനം വലിച്ചോണ്ട് പറഞ്ഞു, കിട്ടി, നമുക്ക് ടീച്ചറിനെ കിട്ടി. ചെറിയ ടീച്ചർ, സദാചാരം, എല്ലാം ഉണ്ട്, കുലശ്രീ ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അത് എന്നാ ചെറിയ ടീച്ചർ എടുത്തോ, സെറ്റ്. അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. അത് വന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 1 വർഷം മുന്നേ ആയിരുന്നു. ഇത് ഇത്രയൊന്നും ആവുന്നൊന്നും വിചാരിച്ചില്ല. ഞാൻ സിനിമ ഇറങ്ങുന്നവരെയും വിചാരിച്ചുകൊണ്ടിരുന്നത് ആരും പറയുന്നില്ലായിരുന്നു. കാരണം 5-6 സീനൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് സിനിമയില്ല ഒന്നും പറയാൻ പറ്റില്ല. നമ്മളൊന്നും അല്ലല്ലോ, നമ്മൾ ഈ ഫീൽഡ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ. എന്തെങ്കിലും ലെങ്ത് കൂടി ആദ്യം അവർ ഇതൊക്കെ എടുത്ത് കട്ട് ചെയ്തു. അത് ഉറപ്പാണെന്നുള്ളതുകൊണ്ട് ആരടുത്തും ഒന്നും പറയാൻ പോയില്ല. അങ്ങനെ പക്ഷെ ഡബ് ചെയ്തതിന് ശേഷം ഇത്തിരി കോൺഫിഡൻസ് ആയ 1-2 ഇമ്പോർട്ടൻറ്റ് സീനുകളിൽ എങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും നമ്മളിത് കണ്ടാൽ മതി. അപ്പൊ അങ്ങനെ അതിനുശേഷം പിന്നെ ഇതൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയി. ഹിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. ഇൻസ്റ്റ തുറന്നാലും എന്ത് തുറന്നാലും വാഴ മാത്രമേ ഉള്ളൂ. വാഴ പറയുന്ന കൂടെ പിറന്നോളല്ലേ. ഏത് സമയം അടി ഉണ്ടാക്കി കൊടുക്കുന്ന എൻ്റെ ചേച്ചിയെ പോലും സിനിമ കണ്ടോണം ഞാൻ വിളിച്ചിട്ട് ഒലിപ്പിച്ച്, അവളപ്പോൾ സിനിമ കണ്ടില്ലായിരുന്നു. നിനക്ക് എന്താ പറ്റിയത്, നീ എൻ്റെ അനിയത്തി തന്നെ അല്ലേ, എന്താ അവർക്ക് പറ്റിയത്, പറയുമോളെ എന്താ പറ്റിയത്. സിനിമ കണ്ട് തന്നെയാണെന്ന് കുറച്ച് ചീത്തയായിട്ട് പോയി. പക്ഷേ ഈ പറഞ്ഞ ആള് തന്നെ സിനിമ കണ്ടതിന് ശേഷം അവളവിടെ ഓസ്ട്രേലിയയിലാണ്, നീതു. അവളെ തിരിച്ചു വിളിച്ച് ഇതുപോലത്തെ കുറെ ഡയലോഗ്സ് അടിച്ചു. ഇപ്പൊ എന്തായി, സിനിമ എഫക്ട് ചെയ്യുന്ന കണ്ടോ. അപ്പം അതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വാഴ എന്ന് പറയുന്നത് കഴിഞ്ഞ വാഴ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് ആയിരുന്നു. ഈ വാഴയുടെ ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് ആണ്. ഇതിൽ വരെ ഉണ്ട്. അതായത് ബ്രോസ് ഇതിൽ കൂടുതലും നമ്മുടെ ഒരു സിബ്ലിംഗ് റിലേഷൻഷിപ്പിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ചേട്ടൻ അനിയത്തി, ചേട്ടൻ അനിയൻ, പിന്നെ ഒരു അച്ഛൻ മകൻ, ബിജുക്കുട്ടൻ്റെ സൂപ്പർ സീന് അതൊക്കെ ഉണ്ട്. എന്നാലും കൂടുതലും ചേട്ടൻ അനിയൻ അങ്ങനെയൊക്കെ ഉള്ള സിബ്ലിംഗ് ബോണ്ടിങ്. ഒരു സിബ്ലിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് കണക്റ്റ് ആവും. പിന്നെ കണക്ട് ആവാത്തവരുണ്ടാവും, പിന്നെ ഇമോഷൻലെസ് ആയിട്ടുള്ളവർക്ക് കണക്ട് ആവത്തില്ല. 5 സിബ്ലിംഗ് ഉള്ള അല്ല അങ്ങനെയല്ല, നമുക്ക് ആരെയും കുറ്റം പറയാം, ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർ ഓരോരുത്തരും പലവിധം ആൾക്കാരല്ലേ, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇഷ്ടം. ചിലർക്ക് ഇമോഷണലായിരിക്കും, ചിലർക്ക് കോമഡി ആയിരിക്കും ഇഷ്ടം, പക്ഷെ ചിലർക്ക് ആക്ഷൻ ആയിരിക്കും. പക്ഷെ വാഴയുടെ ഒരു ഗുണം ഈ പറഞ്ഞ എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഇതുമായിട്ട് ഒന്നും കണക്ട് ചെയ്യാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അവർക്ക് അവരുടെ ടേസ്റ്റ് കപ്പ് ഓഫ് ടീ ആയിരിക്കത്തില്ല. പക്ഷെ എനിക്കൊന്നും കണ്ട 90% ആൾക്കാരും നല്ല റെസ്പോൺസാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ഇൻബോക്സൊക്കെ നിറയുവാണ്. ഒരു പരിചയമില്ലാത്ത ഓരോരുത്തരൊക്കെ മെസ്സേജസ് അയക്കുമ്പം ഇറ്റ് വാസ് ലൈക്ക് ഡ്രീം കം ട്രൂ എന്നല്ല, എന്താ പറയുക, വേറെ ഏതോ ഒരു 3-4 ദിവസമായിട്ട് വേറെ ഏതോ ലോകത്താണ്. ഇപ്പം ഇതിൻ്റെ തന്നെ പോഡ്കാസ്റ്റിൻ്റെ നമ്മുടെ അരുൺ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോഴേക്ക് രാത്രിയാണ്. ഇന്നലെ ഒരാൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മെസ്സേജാണ്. ഞാനൊരു അഭിപ്രായം പറയാൻ പെർമിഷൻ എടുത്തോട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു ബിൽഡപ്പ് ഇത്രയും പറയുന്ന പടം ഇഷ്ടപ്പെട്ടില്ല, തെറി വിളിക്കാനാണ്. ഞാൻ പറഞ്ഞു പടം ഇഷ്ടപ്പെട്ടില്ലേ കണ്ടിട്ട്. അല്ല അതല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ, വീണ്ടും പെർമിഷൻ. അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞോ, എന്തിനാ ഇത്ര ബിൽഡപ്പ്, പറഞ്ഞോ. അപ്പോൾ ആ ചെക്കൻ പറയാ, അല്ല രാത്രിയായി, ഞാനത് ഓർക്കുന്നില്ല, ഈ പറഞ്ഞ കണക്ക് രാത്രി 2:30 ആയാലും എനിക്ക് ഉറക്കമില്ല. ഇപ്പൊ ഇതിന്റെ ഒരു സക്സസിന്റെ പുറത്ത് ഇങ്ങനെ എന്താ റെസ്പോൺസ് പറഞ്ഞിരിക്കില്ലേ ആ കുട്ടി. പക്ഷെ അത് ശ്രദ്ധിച്ചിട്ട് അത്രയും മാന്യമായിട്ട് അവിടെ 2-3 മണി ആയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പെർമിഷൻ ചോദിച്ചത്. അയ്യോ അങ്ങനെ ഒരു എന്താ പറയാ ഒരുപാട്. പിന്നെ ഇന്നലെ വേറെ ഒരു പെൺകൊച്ചു അയച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ട്രോമ തന്ന ടീച്ചർ ഇതേ കണക്കായിരുന്നു.
അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കണ്ടപ്പം നല്ല അടി തരാൻ തോന്നി. മനോജ് സാറിനൊക്കെ കിട്ടിയ അടി ടീച്ചറിനും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ക്യാരക്ടർ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അതെ അതെ അതെ. ശരിക്കും ഒരു ആക്ടർ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ബിക്കോസ് നമുക്ക് ആ ഒരു ക്യാരക്ടർ പൊട്രേ ചെയ്യാൻ അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു. ഞാൻ സോറി മാം, ഞാൻ മൂവി കാണാൻ പറ്റിയിട്ടില്ല, കാണണം ഇനി. പക്ഷെ എനിക്ക് തോന്നുന്നു കണ്ട എല്ലാവരും, അല്ലെങ്കിൽ ഞാൻ കണ്ട റിവ്യൂസ് എന്ന് പറയുന്നത് എല്ലാവർക്കും റിലേറ്റബിൾ ആണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് കണ്ടിട്ടാണെങ്കിലും പറയുന്നത് അതോ നമ്മുടെ സ്കൂൾ ലൈഫാണ്. ലൈക്ക് നമുക്ക് ഇതുപോലെ കുറെ ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഒരുങ്ങി വരുന്നതിന്, ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ട് വന്നോളും, പഠിക്കുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നത്. അതൊക്കെ അറിഞ്ഞ് ഇതിനകത്തിട്ടുണ്ട്. എനിക്കൊരു ഡയലോഗ് ഉണ്ട് പറഞ്ഞ കണക്ക്, ഒരുങ്ങിക്കെട്ടി വരുന്ന പിള്ളമാരൊക്കെ ഒരുങ്ങിക്കെട്ടി വരുന്നത് അവന്മാരെയൊക്കെ കാണിക്കാനാ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പെൺപിള്ളേർക്കും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ, എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു സാധാരണ നോർമൽ സ്കൂൾ അങ്ങനെ പറയുന്നില്ല, നമ്മളൊരു നോർമൽ സ്കൂളിലൊക്കെയാണ് പഠിക്കുന്നത്. അതാണ് അതെ, ഏത് സ്കൂളായാലും ടീച്ചേഴ്സ് അങ്ങനെ, അതായത് ഒന്നുകിൽ അത് അവരുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ശരിക്കും ജെന്യൂനായിട്ട് പറയുന്നുണ്ട് അതായത് ഒരുക്കത്തിൽ പോയി കഴിഞ്ഞാൽ പഠിത്തം പോകുമെന്നുള്ള പേടിയുള്ളത്. പക്ഷെ എനിക്കിപ്പം ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞു അതൊക്കെ ഒരു കോൺഫിഡൻസ് ആണ്, ആ ചിന്താഗതിയൊക്കെ മാറണം. കുട്ടികളിപ്പം നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം നന്നായിട്ട് വരുമ്പോഴായിരിക്കും പഠിക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ തീരെ മോശമായ ഡ്രസ്സും തീരെ ഇതും ഇല്ലാതെ നമ്മൾ പ്രസൻറ്റബിൾ അല്ലാത്ത ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. എല്ലാവരെയും പറയുന്നില്ല, എന്നെ അത് ബാധിക്കും. ഈ സിനിമയിൽ തന്നെ അത് കണക്ട് ചെയ്ത് എനിക്ക് ഈ പടം പറയാൻ പറ്റും. പക്ഷേ അതല്ലെന്നും ഡയറക്ടേഴ്സ് എനിക്ക് തെളിയിച്ചു തന്നു. ഞാൻ മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ നിങ്ങൾ കാണാൻ അത്യാവശ്യം നല്ല തടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ മുഖത്തെങ്കിലും കുറച്ച് ചിത്രപ്പണികളൊക്കെ ആക്കിയിട്ട് ആരെ അട്രാക്ട് ചെയ്യുന്നില്ല, ഞാൻ ഇത്തിരി പ്രസൻറ്റബിൾ ആണ്, എനിക്ക് കോൺഫിഡൻസ്. അപ്പം ഞാൻ ഫസ്റ്റ് ഓഡിഷനൊക്കെ പോയപ്പോൾ ഇതുപോലെ തന്നെ നല്ല മേക്കപ്പിലാണ് പോയത്. അപ്പം ഇവർക്ക് ആക്ടിങ് ഓക്കെ ആയിരുന്നു. അപ്പോൾ അവർ മേക്കപ്പ് ഇത്രയും വേണ്ട. എന്നാലും എനിക്കിപ്പം ഇവിടെ പറയുന്നതിന് എന്താ, എനിക്കിവിടെ ഒരു പിഗ്മെൻറ്റേഷൻ പോലെയൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് എവിടെയെങ്കിലും ഇറങ്ങി ഒരു കൺസീലറെങ്കിലും ഇട്ടില്ലെങ്കിൽ ആ പിഗ്മെൻറ്റേഷൻ കാണുമ്പോൾ ഒരു ഇറിറ്റേഷനാണ്. അപ്പം ഞാൻ ഫസ്റ്റ് സിനിമ നമ്മളെന്താ വിചാരിക്കുന്നത്, ചെല്ലുന്നു സിനിമയിൽ മേക്കപ്പ് നല്ല ഇടുന്നു അഭിനയിക്കുന്നു, എന്താണ് പണ്ട് ഭാവന പറഞ്ഞ ഫസ്റ്റ് ഇവിടെ നമ്മൾ എക്സൈറ്റഡ്, നമ്മൾ സുന്ദരി എത്ര സുന്ദരിയാണോ അതിനത്ര കാണിക്കണം. എനിക്കൊക്കെ പിന്നെ എനിക്ക് സൗന്ദര്യം കാണിക്കാൻ ഒരു അവസരം കിട്ടിയ കാരണം ശരീരം കൊണ്ട് പോയി കിടക്കുവാണ്, അവരെ മുഖത്തെങ്കിലും ചിത്രപ്പണി ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെയല്ല, അങ്ങനെ അവിടെ ചെന്ന് മേക്കപ്പ് ചെയ്യാൻ നിർബന്ധപ്പോഴത്തേക്കും കുറച്ച് കൺസീലറൊക്കെ ഇട്ടിട്ട് ഇത് ഡൗൺ ആൻ ക്യാരക്ടറാണ്, സ്കൂൾ ടീച്ചറാണെന്നുണ്ട്. മേക്കപ്പ് മാൻ അധികം ഒന്നും ചെയ്തില്ല, ഞാൻ ഇട്ടുകൊണ്ട് ഒന്നിനെ തുടച്ച് വിട്ടതേ ഉള്ളൂ. എന്നാലും ഒന്ന് പിരിയൊക്കെ ചെയ്യാതെ എനിക്ക് ഒളിച്ച് ചെയ്തു. ഞാനത് ഒളിച്ച് ചെയ്തിട്ട് പോയിട്ട് സ്ക്രീനിൽ ചെന്ന് നിന്ന് കൊടുത്തു. ഇപ്പം ഡയറക്ടർ സവിൻ സാർ അവിടുന്ന് ചേച്ചി കൊള്ളാൻ കേട്ടോ, നന്നായിട്ടുണ്ട്, ഇനി തുടച്ചോ, എടാ മേക്കപ്പിന് വിളിക്കുന്നത്, കൊടുക്ക് ടിഷ്യൂ, വെറ്റ് ടിഷ്യൂ കൊടുക്ക്, തുടച്ചോ കംപ്ലീറ്റ് തുടച്ചോ, കുറച്ച് വേർപ്പടിക്ക്. അവർക്ക് ഏറ്റവും റോ എന്താണോ അതാണ് വേണ്ടത്. സാറ് പറഞ്ഞത് സാറിൻ്റെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിന് ഇതുപോലെ പിഗ്മെന്റേഷനും ഇതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഞാൻ ചേച്ചിയെ കണ്ടപ്പോൾ എടുക്കാനുള്ള കാര്യം. അവരുടെ ലൈഫിൽ കണ്ട ആൾക്കാരെയാണ് അവർ ആക്ച്വലി. പിന്നെ ഈ സ്ക്രിപ്റ്റ് മുഴുവൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പം ഇത്രയും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യുന്നത്, വിവിന്ദ സാറിന്റെയും സവിൻ സാറിന്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ എപ്പോഴെങ്കിലും ഇതിനകത്തുള്ള ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫേസിൽ ഈ സിനിമയുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പോയിട്ടുള്ള വഴികളിൽ കൂടെയാണ് പോയിട്ടുള്ളത്. അത് ഒരു ചേട്ടനായിട്ടോ ഒരു അനിയത്തിയായിട്ടോ ഒരു അച്ഛനായിട്ടോ ഒരു അമ്മയായിട്ടോ ഒരു ടീച്ചറായിട്ടോ ഒരു ചൊറി ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ഒരു ടെറർ സാറായിട്ടോ, നമ്മുടെ മുജീബ് സാറിന്റെ ചെയ്ത വിജയ് ബാബു സാറിന്റെ റോള്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് സ്നേഹമുള്ള സാറ് മനോജ് സാർ എന്ന് പറഞ്ഞ അജു വർഗീസ് സാറിന്റെ റോള്, അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അനുഭവിച്ചിട്ടുള്ള ഒരു ഇതായതുകൊണ്ടാണ് വാഴ ഇപ്പോൾ ഇത്രയും ആൾക്കാർക്ക് കണക്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുക ഇത്രയും നല്ലൊരു റിവ്യൂ അതും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ആ ഒരു ഐക്കോണിക് ഡയലോഗ് എനിക്ക് തന്ന വിപിൻ സാറിനും സവിൻ സാർക്കും, പിന്നെ അത് പറയാനായിട്ട് അനുവദിച്ച അൽഫോൺസ് പുത്രൻ സാറിൻ്റെ സിനിമയുടെ ഡയലോഗാണ് റെഫറൻസ് എടുത്ത് സാറിൻ്റെ മുഖത്ത് വരെ നോക്കുന്നത്. പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പമാണ് സാറ്, പ്രേമത്തിന് എന്താ കുഴപ്പം, അത് സാർ അത്രയും പേഴ്സണലി ഫീൽ ചെയ്ത് പറയാൻ പറ്റുന്നത് കണക്റ്റ് ആവുന്നത് സാറിൻ്റെ സിനിമ ആയതുകൊണ്ടാണ്. ആ ഒരു ഡയലോഗ് സാറിന് അഗെയിൻസ്റ്റ് പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും സാറിൻ്റെ വില്ലില്ലാതെ ഇത് എഴുതത്തില്ല. സാറിനോട് ചോദിക്കും, അപ്പോൾ സാർ അത് പറയാൻ സമ്മതിച്ചു, അതും എന്നെപ്പോലെ ഒരു പുതിയ ആളത് ചോദിക്കാൻ സമ്മതിച്ചു. അപ്പോൾ സാറിനോട് ഒരുപാട് നന്ദി അതിനൊരു സ്പേസ് തന്നത്. അൽഫോൺസ് പുത്ര സാറിന് അത്രയും ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള സ്വീറ്റ് സാറാണ്. അതൊരു എന്താ പറയുക, അത്രയും എവിടെയോ നിൽക്കുന്നതാണ്. ഈ സെറ്റിലുള്ള ഓരോ ഡയറക്ടേഴ്സും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എല്ലാവരും എന്ന് പറയുന്നത് അൽഫോൺസ് പുത്രൻ സാറിൻ്റെ ഫാനാണ്. എല്ലാവർക്കും പ്രേമത്തിൻ്റെയും നമ്മുടെ നേരത്തിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ഫാൻസാണ്. അവരെല്ലാവരും ഈ സാറ് അഭിനയിക്കുന്ന അവർ അഡ്മയർ ചെയ്യുവാണ്. അവർ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നൊരു മനുഷ്യനാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് അവർ. അപ്പം അതുപോലെ തന്നെ എനിക്കും പ്രേമം എന്ന് പറഞ്ഞാൽ ഭയങ്കര കണക്ട് ചെയ്തൊരു പടമാണ്. അപ്പം സാറിൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റി.
പറഞ്ഞു വന്നത് എന്താണ്, ഞാൻ അതിന് എവിടേക്കോ പോയി, ഏതൊക്കെയോ വഴിയിലൂടെ ഞാൻ അനാഥമായി സഞ്ചരിച്ചു. കുട്ടി ബാക്ക് പറഞ്ഞോ, ചോദിച്ചോ. ഇല്ല, അപ്പം അത് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം പ്രേമം എന്ന് പറയുന്നത് ഞാൻ തന്നെ തിയേറ്ററിൽ ഒരു 3-4 തവണ പോയി കണ്ട സിനിമയാണ്. എനിക്ക് നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ എത്തിച്ച ഒരു സിനിമയാണ്. ഞാനൊക്കെ കോളേജ് ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ട സിനിമയാണ് സത്യം പറഞ്ഞാൽ പ്രേമം. അപ്പം ആ ഒരു ഡയലോഗ് പറയാൻ നേരത്ത് എന്നുവെച്ചാൽ ഈ പറഞ്ഞതുപോലെ തന്നെ അൽഫോൺസ് പുത്രൻ്റെ സിനിമ സാറിന് എഗൻസ്റ്റ് ആയിട്ട് തന്നെ മാം പറഞ്ഞൊരു സംഭവമാണിത്. അപ്പോൾ ആ പറഞ്ഞ സമയത്ത് ആസ് എൻ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഈശ്വര ദൈവമേ, ആ മനുഷ്യൻ്റെ സിനിമ ആ മനുഷ്യൻ എഗൻസ്റ്റ് ആയിട്ട് ഇത്രയും റേസ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ പ്രേമത്തിനെതിരെ സംഭവം എന്താണ് വെച്ചാൽ ആ ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അതിലൊരു കഥയുണ്ട്. ട്രെയിലറിൽ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞെന്ന് പറഞ്ഞു, ട്രെയിലർ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, നമ്മൾ ട്രെയിലറിലൊന്നും വരുന്നു വിചാരിക്കുന്നത് ആദ്യത്തെ പടം 5-6 സീന് അത് കട്ട് ചെയ്ത് പോവാം, എഡിറ്റ് ചെയ്ത് പോവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ട്രെയിലർ ലോഞ്ച് വന്നു. അപ്പോൾ ട്രെയിലർ ലോഞ്ച് നമുക്ക് എല്ലാവർക്കും അയച്ചു തന്നു, ട്രെയിലർ ലോഞ്ച് ചെയ്യുന്ന ദിവസമാണെന്ന്. ആരും എന്നോട് പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല ഉണ്ണി, ഞാൻ ആ ട്രെയിലറിൽ ആദ്യം തന്നെ ഉണ്ടെന്നുള്ള. എനിക്ക് ട്രെയിലർ ലോഞ്ചിൻ്റെ അന്ന് ഫസ്റ്റ് ഞാൻ ആ സ്റ്റേജിൽ കയറുന്നതിനായിരുന്നു. അപ്പോൾ ഞാൻ ഈ ട്രെയിലർ വന്നപ്പോൾ ട്രെയിലറിൽ ഞാൻ ഉണ്ടാവില്ല, എന്നാലും നമ്മുടെ സിനിമയുടെ ട്രെയിലറല്ലേ തന്നെ കാണും. തുടങ്ങുന്നത് തന്നെ ഞാൻ അതും അത്രയും ഡയലോഗ്, എന്നിട്ട് അത് പോരായിട്ട് ആ ഡയലോഗ് കയറി വൈറലാവുകയും ചെയ്ത് എല്ലാവരും അത് കട്ട് ചെയ്ത് അൽഫോൺസ് പുത്രൻ സാറിന് വേണ്ടിയിട്ടാണെങ്കിലും കൂടെ കട്ട് ചെയ്യുമ്പോൾ ഞാനും വരുമല്ലോ, അങ്ങനെ അതും വൈറലാവുന്നു. ഞാൻ പിന്നെ കുറച്ച് ദിവസത്തേക്ക് വേറെ സിനിമയിൽ ഞാൻ സിനിമ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ഈ ട്രെയിലർ വിറ്റ് ഞാൻ ജീവിക്കും. ഒരു 5-6 വർഷം എനിക്ക് ഓടാനുള്ള സാധനം. പ്രേമത്തിലെ ടീച്ചർ, പ്രേമത്തിന് എന്താ കുഴപ്പം ചോദിച്ച ടീച്ചർ, ഞാൻ ജീവിക്കും. ഞാനാണെങ്കിലും വന്നത് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു, ഇപ്പം അതിലുള്ള ഒരാൾ എൻ്റെ ഫ്രണ്ടാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ വെയിറ്റിംഗ് ആണ് ആളുടെ ഒരു പെർഫോമൻസ് കാണാനായിട്ട്. ഈ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞു, ദേവരാജാണ് കേട്ടോ. കുട്ടി ഫ്രണ്ട് എന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് ചെയ്യുന്നു, അത് നമ്മുടെ സ്വന്തം ദേവരാജാണ്. യുരേക്ക സ്റ്റോറിയിലെ ദേവരാജിനെ പറ്റിയാണ് കുട്ടി പറയുന്നത്. അതെ, എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഹാഷിർ ടീം ഭയങ്കര ഫാനാണ്. എൻ്റെ ഹാഷിറാണ് എനിക്ക് എൻ്റെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ എൻ്റെ മോൻ എ ബനാന എന്ന് പറയുന്ന പാട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അപ്പോൾ സെക്കൻഡ് ഇപ്പം അവരുടെ ആണെന്ന് എനിക്കറിയാം. ഫസ്റ്റ് മൂവി അവരുടെ അല്ലെങ്കിലും അതിൽ മറ്റേ ഫസ്റ്റ് പാട്ടിലും ആ പാട്ടാണ് എൻ്റെ മോനിഷ്ടം. അപ്പോൾ സെക്കൻഡിൽ ഹാഷിർ ടീമാണ് മെയിൻ എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ സെക്കൻഡ് പാട്ട് വരുമ്പോൾ കാണാം. അപ്പോൾ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, സമയം വരുമ്പോൾ. അതിൻ്റെ പിന്നൊരു സ്റ്റോറി ഉണ്ട്. കാരണം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പാട്ട് ഇറങ്ങിയപ്പം ഹാഷിർ ടീം ഒരു ടൈലൻഡിൽ വന്നു, ഹാഷിർ ടീം അവിടെ. പക്ഷേ ഹാഷിർ ടീം എന്ന് പറഞ്ഞത് നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് തന്നെ ആ സിനിമ വാഴ 1 ഇറങ്ങുമ്പോൾ തന്നെ 3-4 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ടീമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് അവരെ കുറച്ച് നേരത്തേക്ക് ഈ പടത്തിലുണ്ടായുള്ളൂ. പക്ഷേ ഈ ട്രെയിലറിലും അവിടെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഹാഷിറിനെ കാണാൻ തന്നെ ആൾക്കാർ കയറി. അപ്പം അവിടുന്ന് ഈ വിപിൻ സാറും ഒക്കെ പറഞ്ഞു കേട്ടുള്ള സ്റ്റോറിയാണ് ഇന്റർവ്യൂസിലൊക്കെ. അവർ സിനിമയുടെ ഔട്ട്പുട്ടിന് വെളിയിൽ തിയേറ്റർ റെസ്പോൺസ് നോക്കുമ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞിട്ട് വന്നു, ഹാഷിർ ടീമിനെ കാണിച്ചിട്ട് ഇതിനകത്ത് കുറച്ചല്ലേ ഉള്ളൂ, ഹാഷിറായിട്ട് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇവർക്ക് കുറച്ചുകൂടെ എന്നാൽ കുറച്ചുകൂടി ഇവരെ വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു. എന്നിട്ട് അവസാനം ആ ടൈലൻഡ് പിന്നീട് ചെയ്ത് കയറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഹാഷിർ ടീം ഒന്ന് ഭയങ്കര സ്വീറ്റ് ചെറുക്കം. എനിക്ക് പിള്ളേരാണ്, ഭയങ്കര സ്വീറ്റ് പിള്ളേരാണ്. അതിൽ ഹാഷിർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഭയങ്കര വിഷനുള്ളൊരു കുട്ടിയാണ്. ഹാഷിർ ഭയങ്കര ജോളിയാണെന്ന് വെച്ചാൽ ജോളി ആവേണ്ട അടുത്തൊക്കെ ജോളിയാവും. പക്ഷെ പണ്ട് നമ്മൾ പൃഥ്വിരാജിനൊക്കെ പറയുന്നതാണ് ഇലുമിനാറ്റിയാണ്. അവൻ കഴിഞ്ഞ 1 വർഷം മുന്നേ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിഷൻ ചെയ്ത് പറയുന്നത് അതൊക്കെ ഇപ്പോൾ സത്യസന്ധമായിട്ടൊക്കെ വരുന്നു, ഭയങ്കര ഫോക്കസ്ഡ് ആണ്. എന്നിട്ട് പക്ഷെ അവൻ എപ്പോഴും അത് പറയുകയും ചെയ്യും, ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കണം. എനിക്ക് തോന്നുന്നു ആ ഉമ്മ വളർത്തിയതിൻ്റെ ഒക്കെ ഒരു ഗുണമാണെന്ന് തോന്നുന്നു. അവൻ എപ്പോഴും നമ്മൾ എവിടെ എത്തിയാലും നമ്മൾ ആലോചിക്കണം, നമ്മുടെ പ്രേക്ഷകരാണ്, നമുക്കിത് എങ്ങനെ വേണം പോവാം, ഇങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക ഫിലോസഫിക്കലായിട്ടൊക്കെ സംസാരിക്കുന്ന അവന്റെ പ്രായത്തിൽ കവിഞ്ഞ് അവന് നല്ല പക്വത ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നേരെ മറിച്ച് അലൻ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത വീട്ടിലെ പയ്യനെ കണക്ക് ഭയങ്കര ജോളിയാണ്. അവൻ എല്ലാവരുടെ അടുത്തും ജോളിയാണ്. അവൻ ആരടുത്തും പോയി അങ്ങോട്ട് സംസാരിക്കുന്നതിന് അവരെ ഒന്നും ഒരു പ്രശ്നമില്ല. അവനുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇവന്റ്ഫുൾ ആയിരിക്കും. അലൻ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻഫുൾ ആയിരിക്കും. പെട്ടെന്ന് എല്ലാവർക്കും കണക്റ്റും ആവും. അജിനും വിനായകും കുറച്ച് വർത്താനം പറഞ്ഞ, ചിലപ്പോൾ എന്നോടായിരിക്കാം ഗ്യാങ്ങില് കുറച്ച് വർത്താനം പറഞ്ഞ, പക്ഷെ ഭയങ്കര പാവം പിള്ളേരാണ്. 4 കൂടെ ചേർന്നാൽ ബോംബ് ഇറക്കി വിടും. പക്ഷെ ഇവര് പറഞ്ഞ വിനായകൊക്കെ അതല്ല, ഞാൻ സെറ്റിൽ കണ്ട ഞാൻ ഈ മറ്റേ സീൻസൊന്നും നമ്മൾ ഷൂട്ടിങ്ങിലില്ല, നമ്മൾ സ്കൂൾ സീനല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ വിനായകൻ്റെ ആ പനിയുടെ സീനും അതൊക്കെ അവൻ ഡെലിവറി ചെയ്തേക്കുന്ന കാണുമ്പോഴത്തേക്ക് ഓ മൈ ഗോഡ്, ഇവരിലേക്ക് ഇത്രയും പൊട്ടൻഷ്യലി അത് മനസ്സിലാക്കി ഈ ഡയറക്ടേഴ്സൊക്കെ അത് ചെയ്യിപ്പിച്ചല്ലോ. നമ്മൾ കണ്ടിട്ടുള്ള ഹാഷിർ ടീം എന്താ കുറേ കോമഡി മാത്രം. ഇതിൽ അവർ ചെയ്യാത്ത ഇമോഷണൽ സെന്റിമെന്റ്സ്, റൊമാൻസ്, ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അത് റോ ആണ്. നമ്മൾ ആ സിനിമ കണ്ടവർക്കറിയാം അതൊന്നും എന്താ പറയുക ഭയങ്കര പ്ലാൻ ചെയ്ത ആക്ഷനില്ല. ആ അടിയുടെ ഇടയിൽ എത്ര പേർക്ക് ഇഞ്ചുറി അലൻ്റെയൊക്കെ തലയൊക്കെ പൊട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത്രയ്ക്ക് എല്ലാ പിള്ളേർക്ക് എല്ലാം ഒരു ദിവസം കാല് വേദന വയ്യായിരിക്കും, ഒരു ദിവസം കൈ വയ്യായിരിക്കും. ഈ ടീമിൻ്റെ മെയിൻ ആക്ടേഴ്സിനും കൂടെ നിൽക്കുന്നവർക്കല്ല, മെയിൻ ആക്ടേഴ്സിന് വരെ അവരത്രയും എഫേർട്ട് ഇട്ടാണ് അത് ചെയ്തത്. ആ എഫേർട്ട് അവർ 1.5 വർഷമായിട്ട് ഇതിനു വേണ്ടി ചത്ത് നിൽക്കുവാണ്. അത് ദൈവം കണ്ട് അവർക്ക് കൊടുത്തതാണ് ഇപ്പോൾ കിട്ടുന്ന സ്റ്റാർഡം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും അങ്ങനെ ഈസി ആയിട്ടുള്ളതല്ല. ഇതിനകത്തെല്ലാം നമ്മൾ നല്ല എഫേർട്ട് ഉണ്ട്. നിങ്ങൾ സിനിമ തുടങ്ങിയപ്പോൾ ശ്രദ്ധിച്ചു കാണും, ഇറ്റ്സ് ഇസ് ഡെഡിക്കേറ്റഡ് ടു ഓൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് സവിൻ സാറ് ഡയറക്ടർ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട് തുടങ്ങുമ്പോഴത്തേക്ക്. യെസ്, ലിറ്ററലി ഞാൻ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് നമ്മൾ ഇത്രയും നമുക്കറിയാം, നമ്മൾ മറ്റു ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും എഫേർട്ട് എടുക്കുന്ന പറയും. പക്ഷേ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സും എടുക്കുന്ന എഫേർട്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാറ്റ്സ് ഓഫ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ 5 മണിക്ക് മുന്നേ സെറ്റിൽ വരണം, അവരെല്ലാം ചെയ്യണം, ഓടി നടന്ന് എല്ലാം സെറ്റാക്കണം. വൈകുന്നേരം തിരിച്ച് പോയതിന് ശേഷം ലേറ്റ് നൈറ്റ് ഷൂട്ടൊക്കെ പോവാം, ഓവർനൈറ്റൊക്കെ പോയിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള ചാർട്ട് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ഞാൻ ആലോചിക്കും, ഈ ചെക്കന്മാർ എപ്പോഴായിരിക്കും ഉറങ്ങുന്നത്? അത് അവർക്ക് ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് അതാണ് നമ്മളൊരു പാഷൻ ഉള്ള ഒരു സാധനം ചെയ്യണം. നമുക്ക് ഉറക്കവും വേണ്ട, ഒന്നും വേണ്ട. അത് ഞാനൊക്കെ രാവിലെ എണീക്കുന്ന ഒരാളല്ല, ഞാൻ രാവിലെ എനിക്ക്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടാകുമ്പോഴത്തേക്ക് അല്ലാതെ കഴിച്ചാൽ അപ്പം ഞാൻ എവിടെ പോണ്ടേ, ഏതാ ചെയ്യണ്ടേ, എത്ര സീൻസ് കൂട്ടി തരുമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. എവിടെയെങ്കിലുമൊക്കെ പോയി നിന്ന് അതിലും കൂടെ കയറാമല്ലോ എന്നുള്ള. 1 മാസത്തോളം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഷൂട്ട്. ആ 1 മാസം അവിടെ നിന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിലെ വലിയൊരു അസറ്റാണ് ആ സ്കൂൾ, ആലുവയിലുള്ള സ്കൂളിലൊരു ഞങ്ങൾ പെരിയാർ എന്ന് പറഞ്ഞൊരു റെസിഡൻസിയിൽ നല്ലൊരു ഫ്ലാറ്റ്. നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയാണ്, പിള്ളേരും ഒക്കെ എല്ലാവരുടെ ഫാമിലിയും ഒക്കെ ആയിട്ട്. ഞങ്ങൾക്ക് ഷൂട്ട് 6 മണി വരെ കാണുള്ളൂ, കാരണം സ്കൂൾ ഷെഡ്യൂൾ ആയതുകൊണ്ട്. ലൈറ്റ് പോകുമ്പോഴത്തേക്ക് കഴിയും. ലൈറ്റ് പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഈ കുട്ടികളൊക്കെ ആയിട്ട് ഓരോരുത്തരുടെ ബർത്ത്ഡേ ആഘോഷിക്കലും സിനിമ കാണാൻ പോകും. തുടരുമൊക്കെ ഇറങ്ങി മലയാളമായിട്ടുണ്ട് ആ സമയത്ത്. എല്ലാവരും കൂടെ തുടരും കാണാൻ പോലും, ഷട്ടിൽ കളിക്കും. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞ അശ്വതി ഉണ്ടാവും, അവളുമായിട്ട് ഞാൻ ഓരോ കളിയൊക്കെ കളിക്കും. അവൾ പറയും, നിനക്ക് തടി ഇവിടുന്ന് കുറയ്ക്കണ്ടേ, നമുക്ക് ഷട്ടിൽ കളിക്കും. ഷട്ടിൽ കളിക്കും, സ്വിഗ്ഗി ഓർഡർ ചെയ്യും, ഷട്ടിൽ കളിക്കും, സ്വിഗ്ഗി ഓർഡർ ചെയ്യും. അതിൻ്റെ വിഷമത്തിൽ പോയി സ്വിഗ്ഗി ഓർഡർ. പക്ഷേ സ്വിഗ്ഗി ഒന്നും ഓർഡർ ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് ഒരു പരിധിവരെ പ്രൊഡക്ഷൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടല്ലേ ഈ സിനിമയുടെ പ്രൊഡക്ഷനൊക്കെ കഴിക്കുന്നത്. സീരിയലൊന്നും അത്രയും ലാവിശല്ലോ. ഞാൻ പ്രൊഡക്ഷൻ ഫുഡ് കണ്ട് കണ്ണ് തള്ളിയിട്ടുണ്ട്. നല്ല പരിപാടി, എനിക്ക് ഇനി സിനിമ മാത്രം മതി. എന്തൊക്കെയാ വെറൈറ്റി, ദിവസം ഇനി എന്തെങ്കിലും വിളിച്ചു പറയുന്നത് അതൊക്കെ വരുന്നത്. നല്ല അടിപൊളി പ്രൊഡക്ഷൻ ഫുഡായിരുന്നു ഇവരുടെ വാഴ ടീമിൻ്റെ പ്രൊഡക്ഷൻ ഫുഡ്. അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ പോയതിനേക്കാളും 6 കിലോ കൂടിയിട്ടാണ് 1 മാസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ ഒരുപാട് നല്ല ഓർമ്മകൾ തന്നിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലൊരു പടം വരുമെന്നൊന്നും ഇനി ഇതൊക്കെ ഭാഗ്യമാണ്, ഇതൊക്കെ ലക്കാണ്. ഇത് ഹാർഡ് വർക്ക് നമ്മളുണ്ട്, ഹാർഡ് വർക്ക് എല്ലാവരും ചെയ്യുന്നുണ്ടാവും. പക്ഷെ പിന്നെ അതിൻ്റെ കൂടെ ദൈവാനുഗ്രഹവും ലക്കും ഒക്കെ എല്ലാം കൂടെ ചേർന്ന് വരണം. മറ്റേ ലാലേട്ടൻ പറയുന്ന പോലെ, മോനെ ഇതൊരു മാജിക്കാണ്, എല്ലാവരുടെയും കൂടെ ഒരു മേക്ക് ബിലീഫാണ്, എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നതാണെന്ന് പറയുന്ന കണക്ക് ലാലേട്ടനെ പറയുന്ന കണക്ക് സത്യമാണ്. ലാലേട്ടൻ പറയുന്നത് സത്യമാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് എഫേർട്ട് ഇടുമ്പം കിട്ടുന്നൊരു മാജിക്കാണ് സിനിമ. എഫേർട്ട് ഇടണം, അതിൻ്റെ കൂടെ നമുക്ക് ഭാഗ്യം വേണം, എല്ലാം വേണം. തലവരെയാണ്. അപ്പം എൻ്റെ ഒരു ആൾക്കാര് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും എനിക്ക് കിട്ടാവുന്നൊരു ഇതിനപ്പുറം ഒരു ഡ്രീം ഡെബ്യൂ ഇല്ല. ഇത് നിങ്ങളിപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഈ തള്ള അവിടെ എവിടെയൊക്കെയല്ലേ കണ്ടുള്ളൂ, ഇവരെന്ത് ഈ തറന്ന് നിന്ന് ഭയങ്കര വർത്തമാനമാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല, കാരണം എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് 5-6 സീനിൽ ഉള്ളൂ എങ്കിലും അതിൽ 1-2 സീനിൽ കൈയടിക്കുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അപ്പം ആരെങ്കിലും ഒരാൾ ഒരു ദിവസം പുറത്തിറങ്ങുമ്പോൾ വാഴയുടെ പേര് റെക്കഗ്നൈസ് ചെയ്താൽ തന്നെ എനിക്ക് എൻ്റെ മെയ്ഡ് മൈ ഡേ ആണ്. സോ എനിക്ക് സോ ഹാപ്പിയാണ്. ഇനി സപ്പോർട്ട് വേണം, ഇനി നിങ്ങൾ മറക്കരുത് കേട്ടോ എന്നെ. അങ്ങനെ മറക്കില്ല. അതായത് ഞാനൊരു കാര്യം പറയാം, ഇപ്പം മാം പറഞ്ഞല്ലോ എന്ന് വെച്ചാൽ എത്രയോ ആൾക്കാർ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തല കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ തല കാണിച്ചതിൽ തന്നെ ഇപ്പം മാം പറഞ്ഞതുപോലെ ട്രെയിലറിൽ ഫസ്റ്റ് കാണിക്കുന്നത് മാമിൻ്റെ മുഖമാണ്. അതും ഇത്രയൊരു പഞ്ച് ഡയലോഗ് നിൽക്കുന്നു. പിന്നെ ഡിങ്കോൾഫി ടീച്ചർ എന്ന് പറഞ്ഞ് ഒന്ന് ഫേമസ് ആയി. അതുപോലെ തന്നെ എല്ലാവർക്കും ആസ് എൻ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ്. അപ്പോൾ അതൊരു ഡ്രീം ഡെബ്യൂ തന്നെയാണ്. അതാണല്ലോ നിങ്ങളുടെ ഡ്രീം. അതെ, പോഡ്കാസ്റ്റിന്റെ പേരും അത് തന്നെയാണ്. പിന്നെ മാം പറഞ്ഞു ഒരുപാട് വർഷം എടുത്തു ലൈക്ക് ഈ ഒരു എന്താ പറയുന്ന ഒരു ജേണി എന്ന് പറയുന്നത്. ഇപ്പം ഞാനാണെങ്കിലും കുറേ വർഷമായിട്ട് ശ്രമിച്ചിട്ടാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത് തന്നെ. ഇറ്റ്സ് ലൈക്ക് ഒരു 9th സ്റ്റാൻഡേർഡിൽ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ആങ്കറിങ് പരിപാടി എന്നൊക്കെ ഞാൻ അങ്ങനെ തുടങ്ങി. അപ്പം നമ്മളും ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഡൗൺ ആവും.
അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഡിസപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഇനി വേണ്ട ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തിയിട്ടുണ്ട്. സീരിയസ്ലി ഞാനൊരു 2 കൊല്ലം ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്നും ശരിയാവുന്നില്ല, ഞാൻ നിർത്തുക എന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ലിറ്ററലി ഞാൻ ഒരു ഷോ ആവട്ടെ ഷൂട്ടാവട്ടെ ഒന്നും എടുക്കാൻ ഞാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും ഇത് വേണ്ടാന്ന് വെച്ച് നിർത്തി പോയിട്ടുണ്ടോ? അങ്ങനെ നിർത്തി പോയിട്ടില്ല. പിന്നെ ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു എഡ്യൂക്കേഷൻ വേണം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ പാഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും അത് എൻ്റെ അച്ഛനമ്മയുടെ ഞാൻ ആദ്യം കുറ്റം പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. നമുക്കൊരു എഡ്യൂക്കേഷൻ വേണം, നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നല്ലത്, ഒരു സൈഡ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വേണമല്ലോ സ്വന്തമായിട്ട്. അത് വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. മൊത്തം കളഞ്ഞിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്നും ആവാൻ പറ്റാതെ നമുക്ക് ഭയങ്കര ഡിസ്കറേജ് ആയിട്ട് നമ്മൾ നിർത്തി പോകേണ്ട ഒരു അവസ്ഥ വരും. ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒന്നും. എൻ്റെ കൂടെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജോലിയുടെ സമയങ്ങളിലാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പാഷൻ ഇതാണ്. ആ പാഷൻ തീർക്കാൻ വേണ്ടി ഒരു നിവൃത്തി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് 2 റീലെങ്കിലും ഇട്ട് ഞാൻ അങ്ങ് സന്തോഷിക്കും. അങ്ങ് പാഷൻ അങ്ങ് ചെയ്തോളാൻ വയ്യേ, എന്നെ കാണാൻ ആരില്ലല്ലോ, ഞാൻ തന്നെ ആ വീഡിയോ 10 പ്രാവശ്യം ലൈക്ക് ചെയ്ത് കാണുമ്പോൾ അപ്പം ഞാൻ എൻ്റെ പാഷൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആവണ്ട. ഞാൻ എപ്പോഴും പറഞ്ഞു കീപ് ട്രൈ. എത്ര റിജക്ഷൻ കിട്ടിയാലും കീപ് ട്രൈ. അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഞാൻ ഒരുപാട് റിജക്ഷൻസ് എനിക്ക് സിനിമയിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഓപ്പൺ ഓഡിഷൻസിനൊക്കെ പോയിട്ടുണ്ട്. ഓപ്പൺ ഓഡിഷൻ നമ്മൾ ഒരിടത്തും വിസിബിൾ ആവത്തില്ല. കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു വിസിബിലിറ്റി അങ്ങനെ ഉറപ്പായിട്ടും അങ്ങനെ പറയുന്നില്ല. ചിലർ ഓപ്പൺ ഓഡിഷൻ ഉള്ളവരുണ്ടാവും. എന്നാലും ഇറ്റ്സ് ഡിഫിക്കൽട്ട് മറ്റേനേക്കാളും. അപ്പം കാസ്റ്റിംഗ് കോൾ നോക്കുക, നല്ലത് നോക്കിയിട്ട് പോവുക. പിന്നെ ഇതിനോട് ശരിക്കും പാഷൻ ഉണ്ടെങ്കിൽ എഫേർട്ട് ഇടുക. അതിന് മുന്നേ ഞാൻ എഫേർട്ട് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ കുറച്ച് ആക്ടിങ് വർക്ക്ഷോപ്പിനൊക്കെ പോയി തുടങ്ങിയതിന് ശേഷമാണ് കുറച്ചുകൂടി നമുക്ക് ഓഡിഷന് പോകുമ്പോൾ പ്രോപ്പറായിട്ട് പറയുന്നത് ചെയ്യാൻ പറ്റുന്നത്. അത് സത്യമാണ്. കാരണം അതിന് മുന്നേ നമ്മൾ എനിക്ക് ചെയ്യാൻ ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോയി ചിലപ്പോൾ അത് ബോൺ ടാലന്റഡ് ആയിട്ടുള്ളവർ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇത്രയും അതുപോലെ നമ്മളെത്താളും മിടുക്കൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം അതിലേക്ക് ഒന്ന് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ യുണീക് സാധനം ഇട്ടാലേ നമ്മൾ അവർ ശ്രദ്ധിക്കുകയുള്ളൂ. ആ സാധനം നമുക്കുണ്ടാവും. പക്ഷെ അത് ഇതുപോലെ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ കുറച്ചുകൂടെ നമ്മളെ പോളിഷ് ചെയ്തവർ തരും. നിങ്ങൾക്കുള്ള സാധനം തന്നെ വേറെ പുതുതായിട്ടൊന്നുമല്ല, പക്ഷെ അവർ നമ്മൾ ഇതാണ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് തരും. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ആക്ടിങ് ക്ലാസ്സും വർക്ക്ഷോപ്പും ഒക്കെ അറ്റൻഡ് ചെയ്യുക. അതിന് അവിടെ നമുക്ക് കണക്ഷൻസ് കിട്ടും. അവിടെ പോകുമ്പോൾ അവിടെ നല്ല ഇതുപോലെ അസിസ്റ്റന്റും ക്ലാസ് എടുക്കാൻ വരുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ വിളിക്കാമല്ലോ, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. അപ്പോൾ അങ്ങനെയും നമുക്ക് ഓഡിഷൻസ് ഇങ്ങനത്തെ വർക്ക്ഷോപ്പ് ഇതൊക്കെ ഡയറക്ടേഴ്സ് ഒക്കെ നടത്തുന്ന വർക്ക്ഷോപ്സിനൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പം എല്ലാം കൊണ്ടും പിന്നെ എല്ലാം ഒരു ലക്കാണ്. എല്ലാം ലക്കാണ്. ലക്ക് മാത്രമല്ല ഹാർഡ് വർക്ക് പ്ലസ് നിങ്ങളുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ കാര്യം. എനിക്കിപ്പോൾ ഞാൻ 7 വയസ്സിൽ തുടങ്ങി തന്നെ, പക്ഷെ പിന്നെ ഒന്നുമില്ലായിരുന്നു. എനിക്ക് ലിറ്ററലി 36 വയസ്സായി. അപ്പം ഇപ്പം ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം അല്ലേ, 8 വർഷങ്ങൾക്ക് ശേഷമാണ് ലോഞ്ച് ഇങ്ങനൊരു ലോഞ്ച് കിട്ടിയത്. ഞാൻ എൻ്റെ സെക്കൻഡ് ജേർണി തുടങ്ങിയത് 10 വർഷങ്ങൾക്ക് മുന്നെയാണ്. 2013 എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം. വീട്ടമ്മ ഇസ് ലൈക്ക് 2016-17 10 വർഷം. വീട്ടമ്മ ആയിരുന്നു ടേണിംഗ് പോയിന്റ് എല്ലാവർക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് 10 വർഷം എടുത്തില്ലേ ഞാനൊരു പടത്തിൽ വരാനായിട്ട്. അപ്പോൾ സമയമൊക്കെ എടുക്കും, കുറച്ച് പേഷ്യൻസ് ഒക്കെ വേണം. ആ പേഷ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ എന്തെങ്കിലും ഒരു ജോലി വേണം. അങ്ങനെ അതിനുവേണ്ടി നിൽക്കുന്നവർ നിന്നോ. പക്ഷെ ഞാൻ പറയുന്നത് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഈ പറഞ്ഞ പെട്ടെന്ന് ഇട്ടിട്ട് പോകേണ്ടി വരത്തില്ല, ഗിവപ്പ് ചെയ്യേണ്ടി തരത്തില്ല. മറ്റേ നമുക്ക് പ്രഷർ വരുമല്ലോ, എന്താ പറയുക, ഫിനാൻഷ്യൽ പ്രഷർ, കാര്യങ്ങളും ജീവിക്കണ്ടേ, എന്തൊക്കെ പറഞ്ഞാല അകത്തോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പോകണ്ടേ. എന്നെ സംബന്ധിച്ചിടത്തോളം അകത്തോട്ട് നന്നായിട്ട് തന്നെ പോകണം. പിന്നെ ഈ മാം പറഞ്ഞ പോലെ ഈ ആക്ടിങ് വർക്ക്ഷോപ്സ് അത് എത്രത്തോളം മാമിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ആസ് ഒരു ആക്ടർ എന്ന നിലയിൽ എങ്ങനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? എനിക്ക് ഒരാളോട് ഒരു ചാൻസ് ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ തെറ്റായിട്ടല്ല, ചോദിക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പോഴും അതിന് ഞാൻ വീക്കാണ്. കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ വീക്കായിരുന്നു. അതായത് നമ്മൾ ഈ സീരിയലിലും ഇതിലൊക്കെ വന്ന് ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഫോൺ നമ്പർ സേവ് ചെയ്ത് അവർക്കൊരു ഗുഡ് മോർണിംഗ് എങ്കിലും അയച്ചാൽ മതി. അവർ നമ്മളെ അവർ ഓർക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ അവരെ ഓർപ്പിക്കണം. പക്ഷെ അത് നമ്മൾ വേറെ എന്തെങ്കിലും വിചാരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരാളത്തെ എന്താ പറയുക, ഇത്രയും സംസാരിക്കുന്ന എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള, ഞാൻ അത്യാവശ്യം എക്സ്ട്രോവേർട്ടാണ്, അങ്ങനെയുള്ള എനിക്ക് ആ ഏതെങ്കിലും ഗ്യാങ്ങിപ്പോൾ അവിടെ ഭയങ്കര വർത്താനം പറഞ്ഞ് ഷൈൻ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ പിന്നെ അവരെ എന്താ പറയുക ബഗ് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ ഇറിറ്റേറ്റ് ചെയ്ത് പോവാന്ന് പോലെ തോന്നും. അങ്ങനെ അതിൻ്റെ തെറ്റായ ധാരണയായിരുന്നു. ആ ധാരണ ആദ്യം മാറ്റി തന്നത് ഇങ്ങനത്തെ ആക്ടിങ് വർക്ക്ഷോപ്പ്. നമ്മൾ പോയി നമുക്ക് വേണ്ടത് നമ്മൾ ചോദിച്ചാൽ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ, ആരും കൊണ്ട് കരയാതെ ഇരിക്കുന്ന കുട്ടിക്ക് പാല് വരത്തില്ല. സോ നിങ്ങൾ കരയൂ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് അറിയാവുന്ന കണക്ഷൻസ് യൂസ് ചെയ്യൂ, അറിയാവുന്നുള്ളടത്തൊക്കെ ചോദിക്കൂ ചാൻസ്. എന്നാലും ഞാൻ വീക്കാണ്. എന്നാലും
ആ ചോദ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം ഞാൻ ഈ മൂവിയിലിരിക്കുന്നത്. അങ്ങനെ ഒരു പാഠം എനിക്ക് ആക്ടിങ് വർക്ക്ഷോപ്പ് എൻ്റെ ഹെസിറ്റേഷൻസ് മാറ്റി കിട്ടി. ഒരാളോട് ചെന്ന് എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്യുക എന്നുള്ളൊരു ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞ സാധനം ഒരു പരിധി വരെ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്ത് ആക്ടിങ് വർക്ക്ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡു യു തിങ്ക് അതൊരു നമ്മൾ അവരെ ശല്യപ്പെടുത്തലല്ല എന്ന്? ശല്യപ്പെടുത്തലായിരിക്കും, പക്ഷെ ചിലർക്ക് അതായിരിക്കും, ചിലർക്ക് അതും ഡിപ്പെൻസ്. എടുക്കുന്ന ആൾക്കാരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനെ പോലെ ഇരിക്കും കേട്ടോ. ചിലർ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അവർക്കതൊരു ഹെസിറ്റേഷൻ ആയിരിക്കത്തില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും അയ്യോ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കുമോ, അങ്ങനെ ഇങ്ങനെ വിചാരിക്കും, ഒന്നും വിചാരിക്കേണ്ട. അങ്ങനെ പ്ലെയിൻ ആയിട്ട് എനിക്കൊരു ചാൻസ് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കുക, ഇല്ലെങ്കിൽ വേണ്ട അടുത്ത ആളെ ചോദിക്കാം. അങ്ങനെ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി. ഒരു വാക്ക് പോയതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രീം അല്ലേ. അത് എല്ലാവരും ചോദിച്ചു കേട്ടോ. എനിക്കത് പ്രശ്നമാണ്, ഇപ്പോഴും ഞാൻ അത് ഓവർകം ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇത് ഈ പാഷനുള്ള ആൾക്കാർ കണക്ഷൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. എന്നാൽ ഇത് ഓവറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അത് ഒരു കാര്യം വരാൻ തിരിച്ച് നോക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം ഗ്യാപ്പ് അവർക്ക് കൊടുക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമായിരിക്കത്തില്ല അവർ നമ്മളെ ക്യാരക്ടേഴ്സിനെ വിളിക്കാനായിട്ട്. പിന്നെയും വിളിച്ച് നേടാ സമയമാകുമ്പോൾ നോക്കാമെന്നല്ലേ പറഞ്ഞേ എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കരുത്. അങ്ങനെ ചോദിക്കരുത്. എന്നാലും നമ്മളിവിടെ ഉണ്ട് എന്നുള്ള രീതിക്ക് അറിയാമെന്നുള്ളവരടുത്ത് ഒരു ഹായ് ബൈ പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വാഴയിലേക്ക് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ വിപിൻ സാറിൻ്റെ വൈഫ് പറഞ്ഞു ഇങ്ങനെ ക്യാരക്ടർ ഓക്കെ ആണെങ്കിൽ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ കോള് വന്നപ്പോഴത്തേക്കുള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു? അപ്പം എനിക്ക് അധികം റിയാക്ഷൻ ഇല്ല. എനിക്ക് കിട്ടുന്ന വരെ റിയാക്ഷൻ ഇല്ല. എനിക്ക് അതുപോലെ പടം ഇറങ്ങിയിട്ട് ഞാൻ ഒപ്റ്റിമിസ്റ്റിക് ആണ്, പക്ഷെ എൻ്റെ കാര്യത്തിൽ കുറവാണ്. എൻ്റെത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ പടത്തിൽ ട്രെയിലർ വരുന്നതിന് മുന്നേ ഞാൻ പടത്തിലുണ്ടോ എന്നുള്ളതായിരുന്നു. ഡബ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പടത്തിലുണ്ടോ സീൻ എന്നുള്ളതായിരുന്നു. ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യുമോ എന്നുള്ളതായിരുന്നു. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രെയിലറിലൊന്നും നമ്മൾ വരത്തില്ലല്ലോ. ട്രെയിലർ വന്നപ്പോൾ ട്രെയിലറിൽ ഒരു സീനിലുണ്ട്, ഇനി ആ സീൻ വെച്ച് മാത്രമേ കാണുള്ളൂ ആയിരിക്കും. പിന്നെ സിനിമയിലൊന്നും ഉണ്ടാവില്ല, ബാക്കിയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സിനിമ ഇറങ്ങിയപ്പോഴും 5-6 സീനിലേ ഉള്ളൂ, കുഴപ്പമില്ല എന്നാലും വന്നെന്നുള്ള സിനിമ ഇറങ്ങുന്ന അന്ന് വരെ പിന്നെ ഈ റെസ്പോൺസുകൾ. സിനിമ ആദ്യം നമ്മൾ കാണുമ്പോൾ ഞാൻ സീനിലുണ്ടെങ്കിലും ഞാൻ എന്നെ കാണുന്നില്ല, ഞാൻ ഏറി നിൽക്കും. ആദ്യം തരുമ്പോഴല്ലേ ബിഗ് സ്ക്രീനിൽ പോയി സിനിമയാണോ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സീനൊക്കെ കാണും. ഞാൻ ഈ രണ്ടാമത് എൻ്റെ ഫാമിലിയോട് പോയി കണ്ടപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ ആസ്വദിച്ചത്. എനിക്ക് മറ്റുള്ളവർ ചെയ്യുന്നതാണ് ഞാൻ കൂടുതൽ ഇമോഷൻ ആസ്വദിക്കുന്നത്. എന്നെ ഞാൻ കാണുമ്പോൾ അയ്യേ അവിടെ എന്ത് കുഴപ്പം, ഇവിടെ എന്ത്, നമുക്ക് അങ്ങനെയല്ലേ വരും നമ്മൾ. അപ്പം ഞാൻ എന്നെ ജഡ്ജ് ചെയ്യുന്നത് എൻ്റെ അഭിനയമൊന്നും ഞാൻ കണ്ടില്ല. എന്താ സാരി അങ്ങനെ ഇട്ട് പോയി, എന്താ ഇതിങ്ങനെ ആയിപ്പോയി, ഇതെന്ത് മുഖത്ത് മുഴുവൻ കറുപ്പ്, എണ്ണ ഒരിക്കൽ അന്നേ സാറിനടുത്ത് പറഞ്ഞാന്ന്. പക്ഷെ പിന്നീട് റെസ്പോൺസ് ഓരോരുത്തരടുത്ത് വരുമ്പോഴാണ് ഇതാണ് ആ ക്യാരക്ടറിന് വേണ്ടത്, ഈ റോ ലുക്കുള്ളൊരു ടീച്ചറിനെയാണ് അവർക്ക് വേണ്ടത്. അത് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ആദ്യ ദിവസം കണ്ടപ്പോൾ ഞാൻ വേറൊരു എന്നെ ഞാൻ കണ്ടിട്ടില്ല, ബാക്കിയുള്ള ആക്ടേഴ്സിനെ മാത്രമേ അന്ന് ആക്ടിങ് ഒക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ എൻ്റെ ലുക്കും ഇതൊക്കെ നോക്കിയൊക്കെ ഇരിക്കുമായിരുന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് ഞാനും അങ്ങനെയുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഫോട്ടോ ആണെങ്കിൽ ഞാൻ ആദ്യം എന്നെ കൊള്ളാവോ ഞാൻ നോക്കൂല, ഞാൻ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും. എന്നിട്ട് അവർ എങ്ങനെയുണ്ടെന്ന് പറയാൻ പറയും. എന്നിട്ട് അവരുടെ കണ്ണിലൂടെ ഞാൻ എന്നെ നോക്കുമ്പോൾ ഇപ്പം കൊള്ളാം, അത് ഇതാണ്. ഈ ഫോട്ടോ എടുത്താൽ ഞാൻ ആദ്യം എന്നെ നോക്കും. ഇത് സിനിമ ആയതുകൊണ്ടാണ് കുഞ്ഞെ. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ആദ്യം അതെന്നെ ഞെട്ടിയോ പറയും. സെൽഫി എടുത്തിട്ട് ഞാൻ നോക്കാം, കൊള്ളാം നല്ല, നീ ഇത്തിരിയെങ്കിലും ഇപ്പുറത്ത് ഞാൻ ഒരാളുണ്ട് എന്നെ ഒന്ന് നോക്കൂ, അത് നിന്റെ കഴിഞ്ഞെങ്കിൽ എന്തെങ്കിലോട്ടൊന്ന് നോക്കൂ, കുറച്ചെങ്കിലും ഫോട്ടോ ഒക്കെ എടുത്താൽ ഞാൻ ആദ്യം എന്നെ നോക്കും. ഞാൻ എന്താണെങ്കിലും അങ്ങനെയാണ് എന്ന് ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഒരു കാര്യം നമുക്ക് നമ്മുടെ ഫ്ലോസ് എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കും. മേ ബി മാമി പറഞ്ഞ കണക്ക് നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇതുവരെ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ ഒരു വീഡിയോ ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു ഷോ ആണെങ്കിൽ പോലും ഞാൻ ആദ്യം എന്നെ കാണത്തില്ല. ഇപ്പം എൻ്റെ അടുത്തൊരു ഒന്ന് നോക്കും, ഞാൻ പറയാം എനിക്ക് എന്നെ കാണണ്ട, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം മാം രണ്ടാമത് കണ്ടു. അപ്പം രണ്ടാമത് കണ്ടപ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ ഏത് സിനിമ കാണുമ്പോഴും ഇപ്പം ഞാൻ എന്നാണോ എന്തോ എന്നെ ഒന്ന് ബിഗ് സ്ക്രീനിൽ കാണുന്നത് ഞാൻ ഇങ്ങനെ വിചാരിക്കാം. അപ്പം വെൻ യു സോ യുവർ സെൽഫ് ഓൺ ദാറ്റ് ബിഗ് സ്ക്രീൻ വിച്ച് ഇസ് നമ്മുടെ എല്ലാവരുടെയും ഇപ്പം ഉള്ളിൽ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു ഡ്രീം ഒരു മൊമെന്റ് ആണ് നമ്മളെ ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത്. അപ്പം അത് കണ്ടപ്പോൾ ഉള്ള വെൻ യു സേ ദ സെക്കൻഡ് ടൈം യു സോ യുവർ സെൽഫ്, ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഞാൻ എൻ്റെ ഇങ്ങനെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷെ സെക്കൻഡ് ഡേ ഞാൻ കണ്ടപ്പോൾ ഇത് റെസ്പോൺസ് കിട്ടി കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് കാണാം. ഇനി ഞാൻ വല്ല ലൈറ്റായി, പിന്നെ ഞാൻ എന്നെ ലൈറ്റ് ആക്കിയിട്ട് ഞാൻ ആ സിനിമ കണ്ടു. അപ്പോൾ എനിക്ക് സെക്കൻഡ് ടൈം കണ്ടപ്പോൾ വാഴ ഫസ്റ്റ് ടൈം കണ്ടതിനേക്കാളും 1000 ഇരട്ടി ഇഷ്ടപ്പെട്ടു. കൂടെ എൻ്റെ മോളിരുന്ന് കാണുന്നുണ്ടായിരുന്നേ. അവൾ ജസ്റ്റ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു ബേബിയാണ്, ഞങ്ങൾക്ക് ഒറ്റ മോളേ ഉള്ളൂ. അപ്പം അവളെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഈ എല്ലാവരും വാഴയ്ക്ക് റീലിടുന്നുണ്ടല്ലോ എങ്ങനെയെങ്കിലും ഒക്കെ റീച്ച് എൻ്റെ ഇൻസ്റ്റയ്ക്കും വരാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഇൻസ്റ്റ റീച്ചൊക്കെ കൊച്ചു പിള്ളേർക്കല്ലേ കയറുള്ളൂ, നമ്മളൊന്നും കാണാനുള്ള ഭംഗിയുള്ള ഫോട്ടോസ് ഒന്നും ഇല്ലാത്തതിൻ്റെ റീച്ച് കുറവാണ്. അങ്ങനെയല്ല, തമാശ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവളുടെ വീഡിയോ എടുത്ത് വാഴ ഇട്ടിട്ട് വാഴയുടെ ആക്ട്രസിൻ്റെ മോൾ ഇങ്ങനെ പറയുന്നതൊക്കെ പറഞ്ഞ് ഇടാന്നൊക്കെ വെച്ച് ഇട്ട് അവളത് വിട്ട് കളഞ്ഞ്. ഞാനത് ഓഫ് ചെയ്തപ്പോൾ അവൾ പറയാം
അമ്മ ഞാൻ എന്തിനാ കരഞ്ഞെന്ന് അറിഞ്ഞു. ഞാൻ കുറേ നേരം കരഞ്ഞു. ഞാൻ എന്തിനാ കരഞ്ഞ, എനിക്ക് സിബ്ലിങ്സ് ഒന്നും ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ കരഞ്ഞ. ഞാൻ പറഞ്ഞു അതാണ് മാജിക് ഓഫ് സിനിമ മോളെ, നിനക്ക് അത് ഇല്ലെങ്കിൽ പോലും നീ അവിടെ നിന്നെ കൊണ്ട് പ്ലേസ് ചെയ്തു. ഞാൻ നേരത്തെ ഞാൻ ക്യാമറ ഓൺ ചെയ്തപ്പോൾ നിനക്ക് ഇതൊന്ന് പറഞ്ഞുകൂടി ആ ഫ്ലോയിൽ, എനിക്ക് കുറച്ച് റീച്ചെങ്കിലും എനിക്ക് കിട്ടിപ്പോയത് പോകുമ്പോന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇപ്പം രണ്ടാമത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആസ്വദിച്ചു, എൻ്റെ കൂടെ ഇരിക്കുന്നവർ ആസ്വദിക്കുന്നത് ഞാൻ കണ്ടു, അതിലും ആസ്വദിച്ചു, സന്തോഷിച്ചു. ഹസ്ബൻഡും മോളും ചെയ്യുന്നതൊക്കെ കണ്ടു. ഫാമിലി ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചേച്ചി കണ്ടു, ചേച്ചി വെളിയിലാണ്, അവൾ കണ്ടു. ചേച്ചിക്ക് ഞാൻ കണ്ടു വിളിച്ചപ്പോൾ കരഞ്ഞപ്പോൾ എന്നെ പുച്ഛിച്ച ചേച്ചി തിരിച്ച് രണ്ടാമത് വിളിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ആ സിബ്ലിംഗ് കൊണ്ട് ഞങ്ങൾ അവിടെ ഇവിടെ ഷെയർ ചെയ്തു. അത് കഴിഞ്ഞടി കൂടി, അത് വേറെ കാര്യം. അതൊക്കെ പിന്നെ കൂടെ അഭിനയിച്ച ആൾക്കാർ ഒരുപാട് പറയണത് തന്നെ. എനിക്ക് മഞ്ജുശ്രീ ചേച്ചി ഒരു ടീച്ചർ കൂടെ അഭിനയിച്ചു. ചേച്ചി വാസ് ലൈക്ക് ലിറ്റററി ചേച്ചി ടു മീ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഫുള്ള്, വേറെ പ്രിൻസിപ്പളായിട്ട് അഭിനയിച്ച ഒരു കയറിയിട്ട് ഒരുമിച്ചായിരുന്നു. പക്ഷെ മഞ്ജുശ്രീ ചേച്ചി ഞാൻ ഒരു ഷോർട്ട് ഫിലിം നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്. ചേച്ചി എന്ന് പറയുന്നത് ആലപ്പുഴ ജിംഖാനയിൽ നസ്ലിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത്. ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് സെറ്റി വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ചേച്ചി അവിടെ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇവിടെ ഇങ്ങനെയാണ്, കാരണം ചേച്ചിക്ക് പറയേണ്ട അവസ്ഥ വന്നു, ബിക്കോസ് ഞാൻ തുള്ളിച്ചാടി നടക്കുകയാണല്ലോ. അപ്പം മോളെ അങ്ങനെയല്ല മോളെ, സെറ്റിൽ ഇങ്ങനെയൊക്കെ കുറച്ച് അപ്പോൾ ചേച്ചി നൈസായിട്ട് അതൊക്കെ എനിക്ക് എല്ലാം പറഞ്ഞു തന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എനിക്ക് അച്ചു ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞു അച്ചു തന്നെ അശ്വതി ജയകുമാർ കോസ്റ്റ്യൂം. അച്ചു ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് എനിക്ക് ഒരു ഫുൾ ടൈം ഒരു അവളുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ചുകൂടെ പ്രിവിലേജ് ഒക്കെ സെറ്റിൽ കിട്ടിയത്, കാരണം അവളുടെ ഫ്രണ്ട് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അവളുടെ കൂടെ തന്നെ ആയിരുന്നു ഫുള്ള്. ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഞങ്ങളുടെ കോളേജ് ബാക്ക് ടു കോളേജ് മെമ്മറീസ്, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഫുൾ കറക്കം കാര്യങ്ങളൊക്കെ സിനിമ കാണില്ല, അത് ഭയങ്കര രസമായിരുന്നു. എന്നാലും ഈ പിള്ളേർ ഈ ഹാഷ്റാൻ ടീമൊക്കെ എല്ലാവരും നമ്മളെല്ലാവരും കൂടെ മിക്ക ദിവസവും ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടാക്കും. എന്നിട്ട് ഓരോരുത്തർ പോകുമ്പോഴും ഫെയർവെൽ കൊടുക്കാനായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും, ഡാൻസ് പാട്ട്, അതൊക്കെ ഭയങ്കര രസമുള്ള മൊമെന്റ്സ് ആയിരുന്നു. നല്ല കുറേ പിള്ളേർ എല്ലാവരും. എനിക്ക് അവരെ കൂടെ സീൻസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സീനൊക്കെ തിയേറ്റർ സീനൊക്കെ ഭയങ്കര രസമാണ്. കാവലാണ് കാക്കി എന്നൊക്കെ പറയുന്ന ഒരു സീനൊക്കെ അള്ളമീനൊക്കെ തകർത്തിട്ടുണ്ട്. ആഷിറായാലും എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു, എനിക്ക് തോന്നുന്നു എനിക്ക് പഴയകാല ദിലീപിൻ്റെയൊക്കെ ഒരു ലൈക്ക് ദിലീപേട്ടൻ്റെയൊക്കെ ലൈക്ക് തമാശയ്ക്ക് തമാശ, റൊമാൻസ്, ആക്ഷൻ ഫ്ലെക്സിബിൾ ആണ് ഭയങ്കര. അലനും ഭയങ്കര പൊട്ടൻഷ്യലുള്ള എല്ലാവരും. ആ രാജൻ വിനായകൻ്റെ ആ സീന് എല്ലാവരും തകർത്തിട്ടുണ്ട്. ഈ കുട്ടികൾ അങ്ങനെ വെറുതെ പോകാൻ വന്നവരല്ല. മലയാള സിനിമയിലും ഹാഷിർ, അലൻ, അജിൻ, വിനായകും എന്താ പറയുക എല്ലാവരുടെ പേരും അവിടെ. ദേവരാജ് ഭയങ്കര യുറേക്ക സ്റ്റോറീസ് നമുക്ക് അറിയാമെന്നാണ് അവർ. അപ്പോൾ ഇവരെയൊക്കെ പേര് മലയാള സിനിമയിൽ നിന്ന് അങ്ങനെ വെറുതെ പോകത്തില്ല. കൂട്ടത്തിൽ സൈഡിൽ കൂടെ മഴ നനയുമ്പം ചീര നനയട്ടെ എന്നുള്ള രീതിക്ക് വാഴയിൽ വന്ന രീതിക്ക് ടീച്ചറേയും കൂടെ വന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ, രക്ഷപ്പെടുത്തണേ മക്കളെ. പിന്നെ അങ്ങനെ പറയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ അയ്യോ നായികമാരെ പറ്റി പറഞ്ഞില്ല, ആ പിള്ളേർ എന്നെ ഓട്ടിക്ക്. അയ്യോ എൻ്റെ നല്ല ചക്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചൽ എന്ന പേര്. ആ കുട്ടിയുടെ അന്നപ്പോഴേ ഒരു ഏഞ്ചലിനെ പോലെ ഭയങ്കര കാണാൻ മോഡലായിരുന്നു കുട്ടിയാണ്. ആർക്കിടെക്റ്റ് പഠിച്ച് എന്തോണ്ടിരിക്കുകയാണ്. അപ്പം ആ കുട്ടി ഭയങ്കര സ്വീറ്റാണ്, നല്ല മോളാണ്. അതുപോലെ ആരാധ്യ എന്ന് പറഞ്ഞിട്ട് അലൻ്റെ പേരായിട്ട് അവളൊരു തമാശക്കാരി തന്നെയാണ്. അവൾ ഞാൻ അടങ്ങി നിൽക്കുന്നത് കണ്ടിട്ടില്ല, എപ്പോഴും റാപ്പ് ഭയങ്കര വൈബാണ് ആ കുട്ടി. പിന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഉപ്പുമുളകിലൊക്കെ അഭിനയിച്ച കുട്ടിയുണ്ട്, മറിമായത്തിലൊക്കെ ഉള്ള. പിന്നെ നമ്മൾ കിരണുണ്ട്, പിന്നെ ഹുസൈർ എന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസർ. നിങ്ങൾ ഇതെന്ന് പറഞ്ഞാലേ ഒരു സത്യം പറഞ്ഞാൽ ഒരു നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന അപ്കമിങ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, കുറേ ഇൻഫ്ലുവൻസേഴ്സ്, കുറേ പുതുമ ആൾക്കാർ, എന്നാൽ ബെസ്റ്റ് ടാലൻസിനെ അവർ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് രാജേഷ് നാരായണൻ. മൂപ്പര് എടുത്തേക്കുന്ന എല്ലാവരും കിടിലാണ്. ഞാനും കിട്ടില്ല എന്നെ എടുത്തത് പാടൊക്കെ ഞാൻ വെച്ച വാഴയിൽ കൊലക്കാത്ത ഇത് മാത്രമാണെന്നെങ്ങാനും പറയുമോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ടാലന്റ് കാണാൻ അവർ നമ്മൾ ചൂസ് ചെയ്യും. അങ്ങനെയൊക്കെ പറയാം. ഇനി കുഴപ്പമില്ല, ട്രെയിലർ വെച്ച് ഞാൻ ജീവിക്കും മോളെ, വേറെ ഒന്നും കണ്ടില്ലെങ്കിലും. അപ്പോൾ നമുക്ക് ചാൻസ് കിട്ടിയപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സീനിയർ ആക്ടേഴ്സിനെ കൂടെ അഭിനയിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടൻ അടിപൊളി, ഞാൻ ട്രെയിലർ കണ്ടപ്പോഴും അടിപൊളിയായിട്ട് ചേട്ടൻ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് മീംസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചോട്ടാ മുംബൈയിലെ ഒരു സീൻ വെച്ചിട്ട് മോഹൻലാൽ ലാലിതം പറയുന്നുണ്ട്, എടാ ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് റോള് നിനക്കല്ലേ എന്ന് പറഞ്ഞ. അത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ തന്നെ കണ്ണു നിറഞ്ഞു പോയി. അതുപോലെ തന്നെ വിജയ് ബാബു സാറിന്റെ കൂടെ മാമിന് കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അജു വർഗീസ് സാറിന്റെ കൂടെ മാമിന് ഉണ്ടായിരുന്നു. അവരെ കൂടെ വേണം. പിന്നെ ഉറപ്പായിട്ട് അതെന്ന് പറയുന്നത് വിജയ് ബാബു സാറൊക്കെ എന്ത് പ്രൊഫഷണലാണെന്ന് അറിയാമത്തേക്കും. നമ്മൾ സാറ് ഇത്രയുള്ള ഡയലോഗുകളൊക്കെ
സാറ് വരുന്നു, കേൾക്കുന്നു, ഡെലിവറി ചെയ്യുന്നു, പോകുന്നു. Oh my എങ്ങനെ God. ഓർത്ത് വെക്കുമല്ലേ ഇതൊക്കെ? ഇത് എല്ലാത്തിലും ഇയാൾ പെർഫെക്ഷനിസ്റ്റ് ആണല്ലോ, കിടിലം പ്രൊഡ്യൂസർ, കിടിലം ആക്ടർ. ലൈക്ക് ഹി നോസ് എവിടെ എന്ത് കൊടുക്കണം, എന്താണ് അഭിനയിക്കേണ്ടത്. ഒരുപാട് ടേക്കൊന്നും ഇല്ല, ഫസ്റ്റ് ടേക്ക് തന്നെ മോസ്റ്റ്ലി എല്ലാം ഓക്കെയാണ് മൂപ്പരുടെ. ഞാൻ വിചാരിച്ചു ഇത്രയും പ്രൊഫഷണലായിട്ട് എല്ലാം കാണുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു ബെസ്റ്റ് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്ത് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട്, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സക്സസ്ഫുൾ മൂവീസ് ഉള്ള ഒരു പ്രൊഡ്യൂസറായിരിക്കും. അപ്പം അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയി. എങ്ങനെ പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് വിജയ് ബാബു സാർ. പിന്നെ ഞാൻ സെറ്റിലെ കാര്യമാണ് പറഞ്ഞത്, നമ്മൾ വളരെ ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അജു വർഗീസ്, ഇത്രയും ന്യൂ കമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ആർട്ടിസ്റ്റ് ഇല്ല. എല്ലാവരെയും മൂപ്പര് ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മൂപ്പരത് എടുത്ത് ചോദിക്കും. ഞാൻ തന്നെ സെറ്റ് ഞാൻ വിചാരിച്ചില്ല, എന്നെ അറിയാമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. എന്നോട് ചോദിച്ചു ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഞാൻ സാറിൻ്റെ പടത്തിനൊക്കെ ഞാൻ റിവ്യൂ ചെയ്ത് അയച്ചിട്ടുണ്ട്, അങ്ങനെ കണ്ടത്. അല്ലല്ല അതൊക്കെ അഡ്മിൻ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്, ഞാനല്ല. ഞാൻ ഇങ്ങനെ റിയാലിറ്റി ഷോയിൽ അതാണ്, ഞാൻ റിയാലിറ്റി ഷോയിൽ കണ്ടിട്ടുണ്ട്, അതാണ്. അപ്പം നമ്മൾ ചോദിക്കും നമ്മളെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ന്യൂ ടാലൻസ്, ന്യൂ ആൾക്കാരെ അവരിങ്ങനെ വെൽക്കം ചെയ്യാൻ റെഡിയാണ്. പുതിയ ആൾക്കാർ അവർക്ക് വേണം. അപ്പം എല്ലാവരെയും കാണുന്നുണ്ട്. ഈ പുതിയ പിള്ളേരിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ ഹാഷിറിനെയും അരനെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, റീൽസിൻ്റെ സംഭവമൊക്കെ ചോദിക്കും. ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഓരോ കാര്യം. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഐ ടിയിൽ ചെയ്യുന്ന മൂപ്പരും പ്രൊഫഷൻ, ആദ്യം HR അങ്ങനെ. അപ്പോൾ അത് കണക്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. നമ്മളോട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കമ്മ്യൂണിക്കേഷൻ്റെ കൂടെ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനതിൻ്റെ അതിനൊരു മനസ്സ് വേണമല്ലോ, സംസാരിക്കാനും ഇതൊക്കെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാനും. ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത്, സാർ എന്നെ ഫോളോ ചെയ്യുന്നു. സാറിനൊക്കെ എന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കതൊക്കെ കിട്ടുന്നൊരു, അത് സാറിന് ചെറിയതായിരിക്കും, ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാതെ കൈതട്ടിയതായിരിക്കാം, അത് എന്തായാലും സാറിന് അത് കണ്ടപ്പം എനിക്ക് ലൈക്ക് ഓ മൈ ഗോഡ്, മെയ്ഡ് മൈ ഡേ എന്നുള്ള രീതിക്ക്. അതായത് അത് ഞാൻ പറയാം, കുഞ്ഞ് ആൾക്കാരെ ആയാലും അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള അജു വർഗീസ് സാറിന് ഒരു സല്യൂട്ട് ഉണ്ട്. ഇത് കണ്ടിന്യൂസ്. സാർ ഭയങ്കര എമ്പത്തിയും സിമ്പതിയും ഉള്ള ഒരാളാണ്. അങ്ങനെ എന്നെ പോട്ട് കേട്ടോ, ഭയങ്കര. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരൻ ഇത്രയും കാലം കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് മൂപ്പർക്ക് ഒരു ഡൗൺഫോൾ എൻ്റെ അങ്ങനെ വരാതിരിക്കട്ടെ. എന്തെങ്കിലും വന്നാൽ ഞാനിരുന്ന മതിയല്ല, അങ്ങനെ വരത്തില്ല സാറേ. സാറൊക്കെ കിടിലമാണ്. സാറ് അജു വർഗീസ് സാറ് അടിപൊളിയാണ്. അപ്പോൾ അജു വർഗീസ് സാർ അങ്ങനെ. പിന്നെ എനിക്ക് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, അത് വേറൊരു ലെവലാണ്, വേറൊരു ജിന്നാണത്. അതിനെപ്പറ്റി നമ്മൾ പറയാനാരുമല്ലോ. പിന്നെ എന്തിനകത്ത് നമുക്ക് സുധീഷേട്ടുണ്ട്. സുധീഷേട്ടൻ ഇതുപോലെ ഒരു 10-50 വർഷമായി കാണുമല്ലോ ഈ ഫീൽഡിൽ വന്നത്. കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടുള്ള പറയാ, അന്ന് ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് സുധീർ സാർ. വളരെ ക്വയറ്റ് ആൻഡ് സൈലൻ്റ് ആണ്. ഒരു ബഹളം ഒന്നുമില്ല. സെറ്റ് ഞാൻ കണ്ടെടുത്തോളേ, നമുക്ക് അറിയാവുന്ന എക്സ്പീരിയൻസ് വെച്ച് ഭയങ്കര ക്വയറ്റാണ്. സാറില്ലേ, സാറ് ചെയ്യുമ്പോഴത്തേക്കും എക്സ്പ്രഷൻസ് സൗണ്ട് അധികം ഇടത്തില്ല. സാറിന് അറിയാം ഇത് ഡബിങ്ങിന് ചെയ്യാതെ, കാരണം വേളമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മുഖത്ത് മഞ്ഞുമായുന്ന ഭാവങ്ങൾ അതൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു സീനൊക്കെ നോക്കുമ്പോൾ സാർ അത് പറയുവാണ്, ഇമോഷൻസ് അത് പറയുമോ, പക്ഷെ ആ കറക്റ്റ് എക്സ്പ്രഷൻസ് ഇട്ട് അതാണ് എക്സ്പീരിയൻസ്. ഇവിടെ കിടന്നൊന്നും അങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാനിത് അവിടെ ചെയ്യും, ഡബ് അവിടെ ചെയ്യും, പക്ഷെ കറക്റ്റ് സാധനം ആക്ടിങ് ആ മുഖത്ത് മുഴുവൻ കണ്ടു. നമ്മുടെ സുധീഷേട്ടൻ്റെ സാറിൻ്റെ. പിന്നെയുള്ള ബിജുക്കുട്ടൻ ചേട്ടൻ്റെ എനിക്ക് തമാശ റോളിൻ്റെ സമയത്ത് നമ്മൾ കണ്ടത് ഇത്രയും സെൻറ്റിമെൻ്റൊക്കെ ഞാൻ സിനിമയിലാണ് കണ്ടത്. ഒരു വേറെ ലെവൽ. അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫാനായത് ബിജുക്കുട്ടൻ സാറിൻ്റെയാണ്. അത് സിനിമ കണ്ടിട്ടാണ്. നമ്മുടെ കൂടെയുള്ള സീൻസിൽ അങ്ങനത്തെ സീനായിരുന്നില്ല, തമാശ കുറച്ച് വരുന്ന സീൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ മറ്റേ വിനോദ് എന്ന് പറഞ്ഞ ചേട്ടൻ, ചൊറിയ അച്ഛനായിട്ട് അഭിനയിച്ച ചേട്ടൻ, കാലുമേ കാലിങ്ങിട്ട് പിക്ചർ നിന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഭാര്യയും മക്കളെ ഓസി ജീവിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. എല്ലാതരം അച്ഛന്മാരെയും കാണിച്ചിട്ടുണ്ട്. സ്നേഹമുള്ള അച്ഛൻ, ഓസി ജീവിക്കുന്ന അച്ഛൻ, എന്നാൽ മിക്സഡ് ഇമോഷൻസ് ഉള്ള സുശേഷനെ പോലത്തെ അച്ഛൻ. അപ്പം അവരെല്ലാവരും ഭയങ്കര ഇതായിരുന്നു. പിന്നെ മാമയായിട്ട് അഭിനയിച്ചൊരു സെൽവൻ എന്ന് പറഞ്ഞിട്ടൊരു ഹാഷിറിൻ്റെ മാമയായിട്ട് അഭിനയിച്ച് ഇവരെല്ലാവരും ആയിരുന്നു മെയിനായിട്ടുള്ള സ്കൂളിൽ വന്ന ആർട്ടിസ്റ്റുകൾ. എല്ലാവരും അടിപൊളിയാണ്. ഇവരെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റിയത് ഭാഗ്യം. പിന്നെ നമ്മളെ പിള്ളേരാണല്ലോ. ഹാഷിർ ആൻഡ് ടീം, ഹാഷിറിൻ്റെ തല കണ്ട ക്ലിക്കാണ്. ഞങ്ങളെല്ലാവരെയും ഇതിൽ വർക്ക് ചെയ്തവരെല്ലാവരും ഇപ്പോൾ ഹാഷിറിൻ്റെ തല വെച്ചുള്ള ഫോട്ടോയാണ്. ഞങ്ങളുടെ ഫോട്ടോ അകത്ത് കാണും, പക്ഷെ മെയിൻ ഫോട്ടോ ഹാഷിറിൻ്റെ, അപ്പം ക്ലിക്കാണ്. അല്ലെങ്കിൽ ഹാഷിറോ അല്ലെങ്കിൽ നമ്മുടെ ഏഞ്ചലൊക്കെ ആരാധികോ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം ക്ലിക്കാണ്. ട്രെൻഡാണ്. എനിക്ക് ഹാഷിറിനെ എപ്പോഴും ഓർമ്മ വരുന്ന മാതിരി ഇതാണ് ഡയലോഗ്,
ഇതൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നമ്മളെ രണ്ടോ പാട്ട് കണ്ടില്ലല്ലോ കൊച്ച്, ആ പാട്ട് കറക്റ്റ് പ്ലേസ്മെന്റ്. എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട് സംഭവം. ഞങ്ങൾ ഓഫീസിലാണെങ്കിലും എന്തെങ്കിലും വരുമ്പോൾ എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതാണൊരു ഡയലോഗ്. അപ്പൊ നമ്മുടെ മൂവിയുടെ ഫസ്റ്റ് സെറ്റിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് സെറ്റാണോ ഫസ്റ്റ് ഡേ ആണോ? ഫസ്റ്റ് സെറ്റ് ഫസ്റ്റ് ഡേ. ആ ഫസ്റ്റ് ഡേ. അപ്പം അതെന്ന് പറയുന്നത് ആദ്യമൊന്നും നമ്മളെ പിടിച്ചങ്ങ് കളത്തിലോട്ട് ഇറക്കിയില്ല. 1-2 ദിവസം അവിടെയൊക്കെ കൊണ്ട് പരിചയപ്പെടുത്തി. അവിടെ ഇവിടെ ഈ ടീച്ചർ അവിടെ നിൽക്കുന്നു, കുട്ടികൾ അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. അപ്പോൾ നമ്മളൊന്നും പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല. എന്നാൽ നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആവുകയും ചെയ്ത് ആക്ഷനും കട്ടും അവരുടെ ആംഗിളും ഒക്കെ ആയിട്ട് യൂസ്ഡ് ആവുകയും ചെയ്ത് അങ്ങനെ 2-3 ദിവസം അങ്ങനെയൊക്കെ മോൾഡ് ചെയ്തിട്ടാണ് മേജർ സീനിലോട്ട് വന്നത്. മേജർ സീനിൽ ആദ്യം എടുത്തത് വിജയബാബു സാറിൻ്റെ കൂടെ നടന്നു വരുമ്പോൾ ഡയലോഗ് ഫുൾ ഒരു ഒറ്റ ഷോട്ടിൽ കുറച്ച് ഡയലോഗുള്ളൊരു സാധനമാണ്. അത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ സിനിമ കണ്ടിട്ടുള്ള ഒരു പ്രേമം പൊക്കുന്ന സംഭവമൊക്കെയാണ്. അപ്പം അതിങ്ങനെ പറഞ്ഞു വരണം. അപ്പം അന്നാണ് ഞാൻ വിജയബാബു സാറിനെ കാണുന്നത്. അപ്പോൾ വിജയബാബു സാർ ഈ പറഞ്ഞൊക്കെ ഞാൻ അത്ര ഇതാണല്ലോ മൂപ്പർക്ക്. ഞാൻ കഞ്ഞി വെച്ചിട്ട് മൂപ്പര് 1 ഷോട്ടിൻ്റെ ആളാണ്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച് മൂപ്പര് ആ ഒരു ഇത് തീർക്കേണ്ട ആവശ്യമില്ലല്ലോ, പ്രാർത്ഥിച്ചാണ് ചെയ്യുന്നത്. പ്രാർത്ഥിച്ച് ചെയ്ത് കുഴപ്പമില്ല. 1-2 പ്രാവശ്യം ഷോട്ടും ഒക്കെ ആയിരുന്നു. പല ആംഗിളിൽ എടുക്കുന്നത് 1-2 പ്രാവശ്യമൊക്കെ എടുത്തു. 1-2 പ്രാവശ്യം എടുക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ആദ്യം കിട്ടി, അല്ലെങ്കിൽ 2-ലോ 3-ലോ കിട്ടണം. അവർ ലാലേട്ടൻ അതിൻ്റെ കഴിവ് വെച്ച് പറഞ്ഞാണ്, ഇത് എൻ്റെ കഴിവില്ലായ്മ കൊണ്ട് ആദ്യം കിട്ടി, പിന്നെ ഞാൻ മറന്നുപോയി. ഉറപ്പായിട്ടും ഫസ്റ്റ് ഈ ഡയലോഗ് ഇങ്ങനെ നടന്നു പോകുന്നതിലേക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ ടെൻഷൻ ഉള്ളതുകൊണ്ടാണല്ലോ രണ്ടാമത് എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിപിൻ സാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് പറയണം, ഡയറക്ടർ വിപിൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. വിപിൻ സാറിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തും. വണ്ടി സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ആൾക്കാരെ തന്നെയാണ് DOP ആയിട്ടും ഡയറക്ടറായിട്ടും ഒക്കെ വന്ന്. ഇതിലും അതുപോലെ തന്നെ ലൈലുവിൻ്റെ ആദ്യത്തെ പടം DOP ലൈലു കിടിലൻ ഫ്രെയിംസാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറങ്ങിയ കിടിലൻ ഫ്രെയിംസാണ് നമ്മളെ ലൈലു എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ പുതുതായിട്ട്. അവരുടെ അസോസിയേറ്റ് അരവിന്ദ്, അപ്പു, ഡയറക്ഷൻ ടീമിലുള്ള സവിൻ സാറ്, മെയിൻ ചീഫ് അസോസിയേറ്റ് രജി, എല്ലാവരും പേരും പറയാൻ കേട്ടോ. എൻ്റെ ആദ്യത്തെ പടമാണ്, നിങ്ങൾ കേൾക്കണം പ്ലീസ്. സക്കീർ. സിനിമ ഇറങ്ങുമ്പോൾ സാധാരണ നമ്മള് സ്ക്രീനിൽ പറഞ്ഞിട്ടെ എന്റെ ഫ്ലോ പോയി. അയ്യോ എന്റെ എന്നെ പറയാൻ സമ്മതിക്കൂല, എനിക്ക് പറയണം. കുട്ടി ഞാൻ എന്റെ അസോസിയേഷന്റെ പേര് പറയട്ടോ. രജി, ചീഫ് അസോസിയേറ്റ് രജി, സക്കീർ, വിശ്വൻ, സുഖില്, മിഥുൻ, നിതിൻ, എല്ലാവരെയും പറഞ്ഞു തോന്നുന്നല്ലേ, അഫ്സല്, അങ്ങനെ ഇവരൊക്കെ നമ്മുടെ ടീം അസിസ്റ്റന്റ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ്. അവരെ കഷ്ടപ്പാടിനുള്ളതാണ്. സവിൻ സാർ ആദ്യ ഏരിയയിലോ ഞാൻ പറഞ്ഞല്ലോ. സവിൻ സാറ് പിന്നെ അത്രയും സ്വീറ്റാണ്. സാറ് എന്തെങ്കിലും നമ്മൾ പറയണമെങ്കിൽ ആദ്യത്തെ പടം സാറിൻ്റെ ആദ്യത്തെ പടമാണല്ലോ. ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ സാർ എന്തെങ്കിലും ചീത്ത പറയണമെങ്കിൽ അടുത്ത് വന്നിട്ട് അവിടുന്ന് എണീറ്റ് വരും. അപ്പം കുറേ പ്രാവശ്യമൊക്കെ എണീറ്റ് വന്ന് നമ്മൾ ഇത്രയും ബഹുമാനവും നമ്മളെടുത്ത് വേണ്ട, അവിടുന്ന് തെറി വിളിച്ച് പറഞ്ഞാൽ മതി. പിന്നെ സാറ് മാറി ബാക്കി എന്നൊക്കെ പറയാറ്. അങ്ങനെയല്ലേ ചേച്ചി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിളിച്ച് പറയാൻ തുടങ്ങി. ആദ്യം ഞാൻ ചുമ്മാ പറയും, ഭയങ്കര നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ചേച്ചി എന്നാണ് വിളിക്കുന്നത് തന്നെ. അത് അത്രയും ഇതാണ്. പിന്നെ പറയേണ്ടത് വിപിൻ സാർ എന്ന് പറഞ്ഞാൽ മാജിക്കൽ റൈറ്റിംഗ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് കണക്റ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരുടെ റൈറ്റിംഗ് ആണ്. മൂപ്പര് എല്ലാം എന്താ പറയുക, ഇപ്പം ഒരു ചെറിയ സീൻ നമ്മൾ സ്കൂൾ ഗ്രൗണ്ടുകളിൽ സ്പോയിലർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പോൾ എല്ലാവരും കാണുന്നു തോന്നുന്നു. ബസ് ഇടുന്നതിനെ പറ്റി കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിള്ളേർക്ക് കളിക്കാൻ സ്ഥലമില്ല. സത്യമാണ്, എല്ലാം മിക്ക സ്കൂളുകളിലും ഗ്രൗണ്ടിൽ കൊണ്ട് ബസ്സും കിട്ടേക്കുവാണ്. അതൊക്കെ എത്ര ഒബ്സർവേഷനാണ് ഓരോ കാര്യങ്ങൾക്ക്. പിന്നെ ഓരോ സാധനവും പ്ലേസ് ചെയ്യുന്നത്. ഇപ്പം ഈ സിനിമയിലെ പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് നോക്കും. ഓരോ പാട്ടിൻ്റെ ലിറിക്സ് ആയാലും പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റാണ്. ലിറിക്സ് ആയാലും ആ പ്ലേസ്മെൻറ്റ് ആയാലും സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓരോ ക്യാരക്ടർ സാറിൻ്റെ പടത്തിൽ, വിപിൻ സാറിൻ്റെ പടത്തിൽ അല്ലെങ്കിൽ സിനിമയുടെ സ്ക്രിപ്റ്റിൽ വരുന്ന ഒരു സീനിൽ വരുന്നവരെ ആയാലും ആൾക്കാരെ നോട്ട് ചെയ്യും. കാര്യം എന്തോന്നാണ്, അത് അത്രയും പവർഫുൾ റൈറ്റിംഗ് ആണ്. വെറുതെ പാസ് ചെയ്ത് പോകുന്നവരൊന്നും ഇല്ല. എന്തെങ്കിലും വർത്താനം. ഇപ്പോൾ നമ്മൾ ഈ സിനിമയിൽ തന്നെ ലാസ്റ്റ് ഇതിൻ്റെ അത് പപ്പടത്തിൻ്റെ ഫൈറ്റിനെ പറ്റിയൊക്കെ പറയുന്നത് സ്പോയിലറാണ് പോട്ടെ. അല്ല, ഒരു സീനിലൊക്കെ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ തിയേറ്റർ സീനിൽ വരുന്ന ഒരു അപ്പൂപ്പൻ ഒറ്റ സീനിൽ എന്തൊക്കെയോ പറയുന്ന ആളാണ്. പക്ഷെ അതൊക്കെ നമുക്ക് നോട്ട് ചെയ്യും. നിങ്ങൾ പിന്നീടൊന്ന് പറയുമ്പോൾ ആ സീനിലുള്ള യെസ് അറിയാമെന്ന് പറയും. എല്ലാവരും സിഗ്നിഫിക്കൻറ്റ്. ആ എഴുത്തിൻ്റെ പവറാണത്. ഒരു സീനിൽ വരുന്നവരെയും അത്രയും കിടിലമായിട്ട് എഴുതുന്നതിൻ്റെ പറയും ഹി ഹാസ് ഗോട്ട് സം മാജിക് ഇൻ ദ പെൻസ്. അത് സമ്മതിച്ചേ പറ്റുള്ളൂ. ഹാറ്റ്സ് ഓഫ്. അങ്ങനെ ഒരാൾ നമ്മളൊക്കെ അവസരം തന്നപ്പോഴത്തേക്ക് നമുക്കും പറ്റിയല്ലോ അതിൻ്റെ പാർട്ടാവാനായിട്ട്. അപ്പോൾ ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, ക്യാമറാമാൻ, ആർട്ട് ചേട്ടന്മാർ, സൗണ്ടിലെ പിള്ളേർ, എഡിറ്റിംഗ് പിള്ളേർ എന്നും നമ്മൾ രാവിലെ ഒരുമിച്ച് വണ്ടിയിൽ പോകുമ്പോൾ
ഒരു എഡിറ്റർ ചെക്കനെ നമ്മളെ കൂടെ ഉണ്ടായത്, കാർത്തിക് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഒരുമിച്ച് വണ്ടിയിൽ മിക്കവാറും ഞാനും അവനും ഒരുമിച്ച് കയറുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, നിനക്ക് എന്നും എൻ്റെ ഐശ്വര്യം കൊണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. കഴിഞ്ഞ ഏതൊരു ദിവസം ഞാൻ വണ്ടി കയറാത്ത ദിവസം എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ എടുത്തു പോലെ, കണ്ടോ എന്നെ കണ്ടില്ലെങ്കിൽ നിനക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാ ഓരോന്ന് എന്തെങ്കിലും ഒരു സൂപ്പർസ്റ്റിഷൻ സിനിമയിലൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചാൽ വർക്കായാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഇതൊക്കെ സിനിമയിൽ ആ സെറ്റിൽ ഓർമ്മകളാണ് കേട്ടോ. എനിക്കിത് ഒരു ബാക്ക് ടു കോളേജ് ആയിരുന്നു ശരിക്കും പറഞ്ഞ്. എല്ലാവരും ഭയങ്കര സ്വീറ്റ് പിള്ളേരാണ് എല്ലാവരും. എനിക്കെല്ലാം പിള്ളേരെ പോലെ തന്നെ, കാരണം കൊച്ചു പിള്ളേരായി എന്താ പറയുക, ഈ അസോസിയേറ്റീവ് അസിസ്റ്റൻറ്റും ഒക്കെ ആയിട്ട് അത്രയും പാഷനേറ്റ് ആയിട്ട്. അവന്മാരൊക്കെ എപ്പോൾ ഉറങ്ങിയോ എന്തോ അതെനിക്ക് ഇനി ചോദിക്കണം, നിങ്ങൾ ഉറങ്ങാറില്ലായിരുന്നു എന്നുള്ള. പക്ഷെ അവന്മാർ എപ്പോഴും ഫ്രഷ് ആയിട്ട് നടക്കുന്നുണ്ട്. അത്രയും പക്ഷെ മാമിന്റെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ സോറി ടു ഇന്ററപ്റ്റ്, പക്ഷേ ഞാൻ എന്നാലും അങ്ങനെ ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ പറയാൻ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നോർമലി ഇപ്പൊ ഒരു സിനിമ കാണുമ്പോൾ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിലും നമ്മൾ കുഞ്ഞിലെ സിനിമ കാണുമ്പോൾ നമ്മൾ അപ്പം കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് നമ്മൾ ഈ ആക്ടേഴ്സിനെ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ നമുക്ക് പ്രായം വെച്ച് തുടങ്ങി, അല്ലെങ്കിൽ വിവരം വെച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ ഫ്രെയിംസ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഡയറക്ടർ ആരാണ്, മ്യൂസിക് ആരാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആരാണ്, സിനിമാറ്റോഗ്രഫി ആരാണ്. പിന്നെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആരും ഈ അസോസിയേറ്റ് ഡയറക്ടേഴ്സിനെ ശ്രദ്ധിക്കുന്നില്ല, ആർട്ട് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ മാമിനെ ഞാൻ ശ്രദ്ധിച്ചപ്പം യു റിമെമ്പേർഡ് എവറിബഡീസ് നെയിം, വിച്ച് ഇസ് എ പ്ലസ് പോയിന്റ് ഓഫ് യോഴ്സ്. സോ അത്രയും മാം ആ സിനിമനെ ക്ലോസ് ടു ഹാർട്ട് വെച്ചതിന്. ക്ലോസ് ടു ഹാർട്ട് അല്ല, നമ്മളൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ, ഈ സെറ്റിൽ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നു എല്ലാവരും. അപ്പോൾ പണിയെടുക്കുന്നവരെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, വെറുതെ ഇരുന്ന് തിന്നുന്നവനെ കാണുമ്പോൾ ഒരു ദേഷ്യവും വരും. അപ്പം അങ്ങനെയല്ല, പക്ഷെ ഇവിടെ അങ്ങനെ ആയില്ല. ഈ സെറ്റിൽ എല്ലാവരും ഭയങ്കര, നമ്മളെ ഫുഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡ് സൂപ്പറായിരുന്നു. ഫുഡിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സൂപ്പറായിരുന്നു. പ്രൊഡക്ഷൻ ചേട്ടൻ, പ്രേമേട്ടൻ, അനീഷ് ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ട്. അയ്യോ, ഇന്ദ്രജിത്ത് അവൻ ഇനി പിണങ്ങും. എല്ലാവരും സോ സ്വീറ്റ്. ആൻഡ് എല്ലാവർക്കും ഒരു വിഷനേ ഉണ്ടായിരുന്നുള്ളൂ, വാഴ 2 സക്സസ്. ആ വിഷൻ എല്ലാവരും ഒരുമിച്ച് സ്വപ്നം കണ്ടു, ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ ദൈവാനുഗ്രഹം, ലക്ക് എല്ലാം കൂടെ വന്നപ്പോൾ വാഴ എന്ന് പറഞ്ഞ് മാജിക്, ലാലേട്ടൻ്റെ ഭാഷയെ പറഞ്ഞ് അത് സംഭവിച്ചു. അതങ്ങനെ സംഭവിച്ചു. എനിക്ക് തോന്നുന്നു ഒരു ഇഫ് ഐ എം നോട്ട് റോങ്, എനിക്കറിയില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ എടുത്തിട്ട് ഞങ്ങളുടെ ഇന്റർവ്യൂ ഹിറ്റ് ആവണമെങ്കിൽ കുട്ടിയെ ട്രോളാണ് കേട്ടല്ലോ. എന്നെ എടുത്തിട്ട് അലക്കരുത്. എനിക്ക് തോന്നുന്നു വിത്തിൻ ഫ്യൂ ഡേയ്സ് 10.5 crore എങ്ങാണ്ട് കളക്ഷൻ. മക്കളെ 10.5 crore ഫസ്റ്റ് ഡേയിലെ കളക്ഷൻ ഉദ്ദേശിച്ചത്. ആദ്യമേ എന്താ പറയുക, അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എന്നെ ടോളരുത്, വിത്തിൻ ഫ്യൂ ഡേയ്സ് 10.5 crore ഒക്കെ ഫസ്റ്റ് ഡേ കളക്ഷനാ മോളെ. ഫ്യൂ ഡേയ്സ് 2-3 ഡേയ്സിൽ 100 കുട്ടി 0 വിഴിഞ്ഞതാ അല്ലേ, 0 വിട്ടു പോയതല്ലേ, കുഴപ്പമില്ല. ഓർമ്മക്കുറവൊക്കെ പ്രായമായതിന്റെയാണ്, എന്ത് ചെയ്യാ, വയസ്സായില്ലേ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ് 2 ദിവസത്തിനകത്ത് 100 കോടി 3 ആവും. ഓക്കെ, അത് സന്തോഷമുള്ള കാര്യമല്ലേ. അതെ എല്ലാം ഇപ്പൊ 100 crore ആണ്. ലൈക് മോളിവുഡിന്റെ ആങ്കർ പറഞ്ഞു 10 കോടിന്ന്, നടി പറഞ്ഞു 100 കോടിന്ന്. ഏതാണ് ശരി? പ്രൊഡ്യൂസർ പറഞ്ഞു. സത്യം പറയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യും, വേണമെങ്കിൽ ഇടാല്ലേ. ഇത് കഴിയുമ്പോഴത്തേക്ക് അവസാനം വെക്കാറും പ്രൊഡ്യൂസർ എല്ലാം കൊണ്ടോ. അത് പറഞ്ഞോ പ്രൊഡ്യൂസർ നമ്മുടെ ആൾക്കാർ, അവരെ പറ്റി പറഞ്ഞില്ല. 5 പ്രൊഡ്യൂസേഴ്സാണ് ഇതിനകത്തുള്ളത്. വിൻസാർ പ്രൊഡ്യൂസറാണ്, ആദർശ് നാരായണൻ എന്ന് പറഞ്ഞിട്ട്, ഹാരിസ് ഇക്കുണ്ട്, അനീഷുണ്ട്, സാഹുബുദ്ധിയുണ്ട്. അങ്ങനെ 5 പ്രൊഡ്യൂസേഴ്സാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ ഇത് പറയുന്നവർക്ക് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, 5 പേരെയാണ് എനിക്കറിയാന്നുള്ളത്. അവസാനം ബാങ്കിന്റെ പോളിസി. കാരണം ഇത് എല്ലാവരും സെറ്റിലൊന്നും എല്ലാവരും എപ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ലല്ലോ. നമുക്ക് കണ്ടിട്ടുള്ളത്. പിന്നെ പ്രൊഡ്യൂസറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടിച്ച് കയറി സംസാരിക്കാൻ പറ്റത്തില്ല. അവർ അവസരം തന്നിരുന്നെങ്കിൽ ഞാൻ സംസാരിച്ചു. അല്ല, ആദ്യത്തെയല്ലേ കുറച്ച് ഒതുങ്ങിയിരിക്കാം. അടുത്ത പഠിച്ച് തന്നാൽ ഞാൻ സാറന്മാരെ പറ്റി നല്ല പൊക്കി പറയുന്നതായിരിക്കും. 5 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. 5 പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര ഹോപ്പാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 5 പേര് പലതായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിലൊക്കെ വിളിക്കുമല്ലോ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞ സാധനം, ചോദിക്കാനുള്ള ഇൻഹിബിഷൻ ഒരു പരിധി വരെ മാറി കിട്ടി. അതുകൊണ്ട് തന്നെ സാറ് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അൽഫോൺസ് പുത്രൻ സാറിനൊന്നും മെസ്സേജ് അയക്കാത്തത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ഇൻസ്റ്റയിൽ അയച്ചിട്ടുണ്ട്. സാറിൻ്റെ
എൻ്റെ ഡയലോഗ് പ്രേമത്തിൽ പറഞ്ഞ് ഇനി മറക്കുമെന്ന് അറിഞ്ഞൂടാ. ആ ചേച്ചിയാണ് ഞാൻ, ആ ടീച്ചറാണ് ലേഖ ടീച്ചർ. ഒരവസരം തരുമോ സാറേ, ഇത് ഒറ്റ അവസരം, ഒരു ഷോട്ടിലെങ്കിലും തരും. കിട്ടിയാൽ കിട്ടി, സാറ് തുറന്നു പോലും നോക്കി കാണത്തില്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോട്ടെ, അടുത്ത വീണ്ടും നമ്മൾ ചോദിക്കും. പക്ഷെ സാറ് തരുമായിരിക്കും അല്ലേ സാർ, പുത്ര സാർ പ്ലീസ് ഒരവസരം. ഇന്റർവ്യൂ സാർ കാണുവാണെങ്കിൽ എന്തായാലും മറക്കരുത്, ആ മെസ്സേജ് ഓപ്പൺ ചെയ്യണമെന്ന് ഞങ്ങളുടെ താഴ്മയെ അപേക്ഷിക്കുന്നു. അതെ, ആ മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ട് പ്ലീസ് എനിക്ക് വേണ്ടി ഒരു ഷോട്ട് എഴുതുമോ, ഒറ്റ ഷോട്ടെങ്കിലും എഴുതുമോ. കാരണം ഇതൊക്കെ നമ്മുടെ ഡ്രീം അല്ലേ, ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത്. സത്യം, അതും ഡെബ്യൂ ഫിലിമിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അതെ ഭയങ്കര ഭാഗ്യം തന്നെയാണ്. ഇതെല്ലാം കണ്ടിട്ട്, സിനിമ കണ്ടിട്ട് എന്നെ കണ്ടില്ലെന്നാരും പറയരുത് പ്ലീസ്. എനിക്ക് തോന്നുന്നില്ല. അതാണ്, അത് എൻ്റെ മുന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, നമുക്കൊരു ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിലും നമ്മുടെ കാര്യത്തിൽ ഒപ്റ്റിമിസ്റ്റിക് അല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അത് ശരിയാവുമായിരിക്കും പോകെ. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കണം, അതായത് ഇപ്പം മാം ചെയ്ത ക്യാരക്ടറിൽ അതും ശ്രീകുട്ടി എന്ന ഒരു പേഴ്സണും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? അയ്യോ, ഞാൻ ചെയ്ത ക്യാരക്ടറിൽ കുറച്ച് ആക്ഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ ചൊറി ടീച്ചർ അങ്ങനത്തെ സദാചാരവാദിയും ചൊറിയും കുലസ്ത്രീ. ഞാൻ പിള്ളേരെ എന്തോരം എൻജോയ് ചെയ്യോ അത്രേ, ജീവിതം ഒന്നേ ഉള്ളൂ. എല്ലാം നമ്മളിപ്പോൾ നമ്മൾ കുട്ടികൾ ഗേൾസിനോടായാലും ബോയ്സിനോടായാലും ഒക്കെ പറഞ്ഞാൽ ജസ്റ്റ് ലൈഫ് ഈസ് ജസ്റ്റ് വൺ. അപ്പം അത് നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. പിന്നീട് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു. നമ്മുടെയൊക്കെ അമ്മമാർ ഈ പറയുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമുക്കത് പറ്റിയിട്ടില്ല, ഇത് പറ്റിയിട്ടില്ല എന്നൊക്കെ ഉള്ള, അതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ട്. ചിലരുടെ സാഹചര്യം കാരണം അവർക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ വലിയ സപ്പോർട്ട് സിസ്റ്റം എൻ്റെ പാരൻസ് ആണ്. എനിക്കിപ്പോൾ ഇതിനൊക്കെ പോകണമെങ്കിൽ എന്താണ്, എനിക്ക് എൻ്റെ കുട്ടീനെ ഏൽപ്പിക്കാൻ ഒരാൾ വേണം. അതെൻ്റെ അച്ഛനും അമ്മയും നോക്കിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഡയലോഗ് അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെ അവർ നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ആയാലും വന്നിരിക്കാൻ പറ്റുന്നത്. എൻ്റെ കുഞ്ഞിനെ നോക്കാൻ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട്, എന്നെക്കാളും നന്നായിട്ട് അവർ നോക്കും. എനിക്ക് ധൈര്യമായിട്ട് ഏൽപ്പിച്ചിട്ട് എവിടെ വേണമെങ്കിലും പോവാം. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്തിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യണം കേട്ടോ. വല്ലപ്പോഴും അവരെ സന്തോഷിപ്പിക്കണം, പാരൻസിനെ. നമ്മൾ മാത്രം സന്തോഷിപ്പിച്ചാൽ പോരെ, ഇടയ്ക്കിടയ്ക്ക് ഡോസ് അവർക്കും കൂടെ സന്തോഷിട്ട് കൊടുക്കണം. അപ്പൊ അവർക്കും ഒരു പ്രചോദനം ഉണ്ടാവും കുട്ടിയെ നോക്കാനായിട്ട്, വെറുക്കത്തില്ല. അന്ന് നമ്മൾ അവരെ മനസ്സിലാക്കണം. അവർക്ക് വേണ്ടത്, എൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹൗസ് വൈഫ് ആയിരുന്നു ത്രൂ ഔട്ട്. അച്ഛൻ നല്ല കഷ്ടപ്പെട്ടാണ് ഞങ്ങളെയൊക്കെ നോക്കിയത്. കാരണം അച്ഛൻ ഒരു പ്രൈവറ്റ് ജോലിയായിരുന്നു, നല്ല ട്രാവലൊക്കെ ചെയ്ത് എന്നെയും ചേച്ചീനെയും കൊണ്ട് അമ്മയാണ് വീട്ടിൽ നോക്കുന്നത്. അച്ഛൻ എപ്പോഴും ട്രാവലിംഗ് ആയിരിക്കും. അപ്പോൾ അമ്മ എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക, അമ്മയുടെ പല ആഗ്രഹങ്ങളും മാറ്റി വെച്ച് ജോലി കിട്ടിയിട്ട് പോകാൻ പറ്റിയില്ല അവസ്ഥ. പോയാൽ എന്നെയും ചേച്ചിനെ ആരും നോക്കും, സപ്പോർട്ട് സിസ്റ്റം ഇല്ല. ഈ പറഞ്ഞ പാരൻസ് ഒക്കെ ദൂരെയാണ്, പിന്നെ വേറൊരാളെ വെക്കാനുള്ളൊരു സംഭവവും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോരുത്തരെ സാഹചര്യം അനുസരിച്ചിരിക്കും. അപ്പോൾ അന്നൊന്നും അമ്മയ്ക്ക് പലതും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കുറച്ച് മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ. ഇന്ന് അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി. ഞാൻ എപ്പോഴും പറയും ട്രാവൽ ചെയ്യാമേ, ഇനി ഇപ്പം ആരോഗ്യം ഉള്ളപ്പോൾ കുറച്ചെങ്കിലും ഉള്ളപ്പോൾ ഇനി അടുത്ത നാളെ ആരോഗ്യം ഇല്ലാത്തപ്പം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ട്രാവൽ ചെയ്യൂ, പുതിയ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു വർഷത്തിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ നോക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മൾ അല്ലെങ്കിൽ അമ്മേനെ പുഷ് ചെയ്ത് വിടും. അപ്പോൾ അമ്മയുടെ കുറേ അനിയത്തിമാരുണ്ട്, എൻ്റെ കുഞ്ഞുമാരൊക്കെ ഭയങ്കര സപ്പോർട്ട് സിസ്റ്റമാണ്. അവരുമായിട്ടൊക്കെ അമ്മ ഇങ്ങനെ അവർക്ക് മറ്റേ അമ്പലങ്ങളാണ് അവരെ ട്രാവൽ എന്ന് നമ്മൾ വിചാരിക്കും. ഇന്നാളെന്തോ പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞു പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം, ഞങ്ങൾ തായ്ലൻഡിൽ പോകുമ്പോൾ അണ്ടർസ്റ്റിമേറ്റതാണ്. അപ്പോൾ അത് ഉണ്ട്. പിന്നെ എൻ്റെ കസിൻസ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സ്, എനിക്ക് നല്ലൊരു കൂട്ടം ഫ്രണ്ട്സ് ഉണ്ട്. അത് എന്താ പറയുക, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ കയ്യിലെണ്ണാവുന്നൊരു 5-6 പേരെന്ന് പറയുന്നത് സോ ക്ലോസ് ടു ഹാർട്ട്. അവരോട് എനിക്കെന്തും പറയാം. ഞാൻ എൻ്റെ എല്ലാ അപ്പിനും ഡൗണിനും എടുത്തു പറയുകയാണെങ്കിൽ കൃഷ്ണ, ആതിര എന്നൊക്കെ പറഞ്ഞ്, ദർശന, നികിത, ലക്ഷ്മി, കുറേ പേര് വിട്ടുപോയ സോറിയെ. അപ്പോൾ അശ്വതി, എല്ലാവരും സോ ക്ലോസ് ടു ഹാർട്ട്. അവരൊക്കെ എല്ലാ സന്ദർഭങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ കസിൻ ചിന്നു, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും ഡൗൺ ആവണമെന്ന് കണ്ടാൽ അപ്പം നമ്മളെ പൊക്കാനായിട്ട് ആൾക്കാരുണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ ബ്രദറിൻ ചേച്ചിയുടെ ഹസ്ബൻഡ് നിഭാഷേട്ടൻ, പിന്നെ എല്ലാത്തിനും ഉപരിയായി മിസ്റ്റർ മുകേഷ് എൻ്റെ ഹസ്ബൻഡ്. എനിക്ക് പോയിട്ട് ചെണ്ട കൊട്ടാനും, എൻ്റെ സിനിമയിൽ മോഹൻലാൽ പറയുന്ന കണക്ക് വെള്ളം അടിച്ചുകൊണ്ടൊന്ന് 2 അടി കൊടുക്കാനായിട്ട് ഒരു ഭാര്യയെ വേണമെന്നൊക്കെ പറയുന്ന കണക്ക് എൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ പോയി അടിച്ച് തീർക്കാനും തെറി വിളിക്കാനും അടി കൂടാനും തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലാണ്. ഒരാളുണ്ട് മിസ്റ്റർ മുകേഷ്, സോ സപ്പോർട്ടീവാണ്. ഇന്നിപ്പോൾ സപ്പോർട്ടാണ്, നാളെ എങ്ങനെയെന്ന് അറിയാൻ പറ്റത്തില്ല, അതും കൂടെ പറഞ്ഞേക്കാം. എൻ്റെ മോള് മീനാക്ഷി മൂവി കണ്ടിട്ട് ആളുടെ റെസ്പോൺസ് എങ്ങനെയാണ്? ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഈ ഫീൽഡിലോട്ടൊന്നും വരുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ആഫ്റ്റർ മാരേജ് ആണ് ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ ലൈഫ് മൊത്തം ഇങ്ങനെ എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്
അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറയും, നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്ത് പറഞ്ഞാലും അത് എനിക്ക് എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുമെങ്കിലും നമ്മളൊരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ആണ് ഈ ഒരു കല്യാണത്തിലേക്ക് നമ്മൾ തല വെച്ച് കൊടുത്താൽ അതൊരു സിസ്റ്റമാണ്, അത് ഒരു സൊസൈറ്റിയുടെ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ഞാൻ പറഞ്ഞത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യേണ്ടി വരും. എന്നാലും അടി ഉണ്ടാവും, എന്നാലും നമ്മൾ അടി ചെയ്യും, അടിക്കും വീണ്ടും നമ്മൾ ചേരും, അടിക്കും വീണ്ടും നമ്മൾ ഒത്തുചേരും, അടിക്കും വീണ്ടും ഒത്തുചേരും. ഇപ്പം പറ്റുന്നിടത്തോളം ഒത്തുചേർന്നൊക്കെ പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഇതിനകത്തിരിക്കുന്നത്. പറ്റാത്തപ്പം എന്നും പറഞ്ഞ് കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേരെ ഗോ ആൻഡ് എക്സ്പ്ലോർ ദ വേൾഡ്. പക്ഷേ മാക്സിമം നമ്മളൊരു നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്കത് ദൈവം സഹായിച്ച് സിനിമ പാഷൻ എൻ്റെ പാഷൻ്റെ കാര്യത്തിൽ നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പുറമേ സിനിമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കും, സിനിമ സെറ്റിനെ കുറിച്ചാവട്ടെ. അപ്പം പുറമേ നിന്ന് കേട്ട കാര്യങ്ങളും ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയത്ത് ഐ നോ ഇറ്റ്സ് യുവർ ഫസ്റ്റ് ഫിലിം, പക്ഷെ എന്നാലും മാം അത്യാവശ്യം ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ കുറേ കാലമായി ഇല്ലേ? ഇപ്പം ഷോർട്ട് ഫിലിം ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഒരു മൂവി ചെയ്തു, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ മാം ഇപ്പം കുറേ നാളായി ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ പുറമേ നിന്ന് കേട്ടതിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് വന്നത്, അപ്പോൾ ആ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? പുറമേ നിന്ന് കേൾക്കുന്നത് എന്തായിരിക്കും? ഓരോരുത്തരുടെ അനുഭവങ്ങളായിരിക്കും. അതെ, ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ അനുഭവങ്ങളായിരിക്കും. അപ്പം പുറമേ നിന്ന് കേട്ടത് ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ അനുഭവിച്ചത് ഉണ്ടെന്നും പറയാം, ലൈക്ക് ഒന്നിനും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ അനുഭവിച്ചതുകൊണ്ട് അവരനുഭവിച്ചതുകൊണ്ട് ആരുടെ അനുഭവം ചെറുതായിട്ട് കളയാൻ പറ്റത്തില്ല. എനിക്കൊരു മോശം അനുഭവം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മോശമായിരിക്കും ഉദ്ദേശിച്ചത്, നല്ലതുകൊണ്ട് ഇതുണ്ട്. അപ്പം എന്തായാലും മോശത്തിന് കാര്യം പറയണമെങ്കിൽ എനിക്ക് സോഫാർ അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശം അനുഭവം ഉണ്ടെന്ന് ഒരാൾ പറയുമ്പോൾ അതില്ല ഇൻഡസ്ട്രിയിലും തയ്ക്കാനും പറ്റത്തില്ല. എല്ലാ ഇൻഡസ്ട്രിക്കും അതിൻ്റെതായ പ്ലസ്സും നെഗറ്റീവ് പോസിറ്റീവ്സും ഉണ്ട്. അത് ഇൻഡസ്ട്രി അല്ല, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ, ഓപ്പോസിറ്റ് പേഴ്സൺ. ആ പേഴ്സൺ എങ്ങനെയാണോ പെരുമാറുന്നത് അതാണ് അനുഭവമായിട്ട് വരുന്നത്. നല്ല ആൾക്കാരും കാണും, ചീത്ത ആൾക്കാരും കാണും, അല്ലേ? ഒരു കോയിൻ്റെ രണ്ട് സൈഡ് പോലെ ഇരിക്കും. പിന്നെ ഈ ചീത്തയൊക്കെ വരുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് നോ പറയാനും. അത് നോ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എവറി ഇൻഡസ്ട്രി. ഇറ്റ്സ് നോട്ട് ഓൺലി ഇൻ ഫിലിം ഇൻഡസ്ട്രി, എവറി ഇൻഡസ്ട്രി നോ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില സാഹചര്യത്തിൽ നമുക്ക് നോ പറയാനും, ഇപ്പം നമുക്ക് ഈ പറയുന്ന പേടി, നമ്മൾ ഒത്തിരി വലിയ ആൾക്കാരായിട്ട് നമ്മളങ്ങനെ എങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉള്ളൊരിതുണ്ട്. അതിനെയൊക്കെ ഒരു ടാക്ടിക്കലി എന്താ പറയുക, നമ്മൾ ഡീല് ചെയ്യണം. അതിന് കേപ്പബിളായിട്ട് നമ്മളെ മക്കളെ ആണായാലും പെണ്ണായാലും വളർത്തണം. സിറ്റുവേഷൻസ് എങ്ങനെ ഡീൽ ചെയ്യുന്ന, അന്തം വിട്ട് കുന്തളിച്ച് നിൽക്കുന്നതിന് പകരം ആ സിറ്റുവേഷൻ നെക്സ്റ്റ് എന്താണ് ആക്ഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ ഗെയിൻ ചെയ്തെടുക്കണം. എന്തായാലും ദൈവാനുഗ്രഹം, ടച്ച് വുഡ്, എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ സോഫാർ എല്ലാം നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. വേറെ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. എപ്പോഴും സപ്പോർട്ടീവായിട്ടൊരു ഇൻഡസ്ട്രിയാണ്. പിന്നെ സ്ട്രഗിൾ ഉണ്ട് ഒബ്വിയസ്ലി സ്ട്രഗിൾ ഉണ്ട്. ഇൻഡസ്ട്രിയിൽ സിനിമയിലോട്ട് എത്താൻ നല്ല സ്ട്രഗിൾ ഉണ്ട്. നമ്മളൊരു സീരിയലിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ സിനിമയിലോട്ട് വരാൻ പാടാണ്. റിയാലിറ്റി ഓരോ പ്രേക്ഷകർ കാണുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ളവർ കാണുന്നത് ഒരു തട്ടിൽ ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. അത് എല്ലാവരിൽ നിന്ന്, അതും പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. അത് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. റിയാലിറ്റി ഷോ താരത്തിനെ കാണുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു സിറ്റ്കോം ചെയ്യുന്ന ആളെ കാണുന്നത്, സിറ്റ്കോം ചെയ്യുന്ന ആളെ കാണത്തില്ല സീരിയൽ ചെയ്യുന്ന ആളെ കാണുന്നത്, സീരിയൽ ചെയ്യുന്ന ആളെ കാണത്തില്ല സിനിമ ചെയ്യുന്ന ആൾക്ക്. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. അത് അവരുടെ പ്രശ്നമാണ്. നമ്മളിതെല്ലാം അടിപൊളിയാണെന്ന് നമ്മൾ വിചാരിച്ച് സന്തോഷമായിട്ട് പോയാൽ നമ്മൾ ഹാപ്പിയാവും. ഓക്കെ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക്? ചലഞ്ച് എന്ന് പറയുന്നത് ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംബ്ലിയുടെ സീൻ ഉണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് ചലഞ്ച്. കാരണം ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലായിരുന്നു ഷൂട്ട്. ഒരു 4-5 ദിവസം അസംബ്ലി ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൽ നല്ല വെയിലത്ത് രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ മിനിമം നമ്മളെല്ലാവരും നിൽക്കണം. എനിക്കിനെ വേർപ്പിൻ്റെ അസുഖമുണ്ടേ, അതായത് പണിയെടുക്കത്തില്ല, ശരീരം കണ്ടറിയണേ. അപ്പം പണിയെടുത്താൽ അപ്പം അങ്ങ് വേർക്കും. അപ്പം ഈ വെയിലെല്ലാം കൂടെ കൊണ്ട് ടാനടിച്ചതിൻ്റെ അല്ല, വയ്യ ഒരു മൂലയ്ക്ക് ഇരുന്നാൽ മതി എന്നുള്ളൊരവസ്ഥയായി. വെയിൽ മുഴുവൻ കൊണ്ട് അവർ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ലൈറ്റ് പോകുന്നതിന് മുന്നേ ഒക്കെ എടുക്കണമല്ലോ. അയ്യോ അത് പറഞ്ഞു. നമ്മൾ ഇപ്പം അശ്ന വേദക്കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല അശ്ന വീണ കണക്ക് ആ ഗ്രൗണ്ടിൽ എത്ര പിള്ളേരെ ഡെയിലി വീഴുന്നത് അറിയാമോ? എന്ന് വെച്ചാൽ വെയിലടിക്കുമ്പോൾ നമുക്ക് ഡീഹൈഡ്രേറ്റഡ് ആവും. എത്ര നമ്മൾ ശ്രമിച്ചാലും പറ്റില്ല. അതായിരുന്നു എൻ്റെ അതായത് വേർപ്പിൻ്റെ അസുഖമുള്ള എനിക്ക് വീണ്ടും മനസ്സിലാക്കി തന്നു, നിന്നെ കൊണ്ട് ഇതിനൊന്നും കൊള്ളത്തില്ല, ശരീരം അനങ്ങാത്ത ഏതെങ്കിലും പണിയാണ് മക്കൾക്ക് നല്ലതെന്നുള്ളത്. അതായിരുന്നു ചലഞ്ച്. അപ്പോൾ മാം ആക്ച്വലി
വർക്കിംഗും കൂടിയാണോ? ഞാൻ ആക്ച്വലി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ എല്ലാ എഞ്ചിനീയേഴ്സിനും പോലെ നമ്മൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു MNC ബാംഗ്ലൂരാണ്, ഹൈബ്രിഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ അങ്ങനെ 10-15 വർഷമായി, പ്രായം പറയുന്നില്ല, ഫീൽഡിൽ കയറിയിട്ട്. പറയാൻ പാടില്ല. ഇടയ്ക്ക് എപ്പോഴും അറിയാതെ പറഞ്ഞെന്ന് തോന്നുന്നു, അതിന് കട്ട് ചെയ്തേക്കും. സ്ക്രീനേജ് എടുത്താൽ മതി. ഓക്കെ, സ്ക്രീനേജ് എന്ന് വെച്ചിട്ട് ഈ സ്ക്രീനേജ് അല്ലാതെ സിനിമയിലെ സ്ക്രീനേജ് അല്ല. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ആ ഒരു ഐക്കോണിക് ഡയലോഗ് നമ്മൾ പറയാതെ പോകുന്നത് അതെ അതെ ശരിയല്ല. അത് വെച്ച് ജീവിക്കാനുള്ള. അതെ, അതാണ്. ഇനി പടം കിട്ടിയില്ലെങ്കിലും ഞാൻ അത് വെച്ച് ഓടിക്കും 1.5 വർഷം. ഇത്ര സാറിനേക്കാൾ ഉപകാരം പ്രേമം കൊണ്ട് എനിക്കുണ്ടായി. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് പറഞ്ഞാലോ. ക്യൂ തരണം, അറിയാമല്ലേ? സിനിമ കണ്ടില്ലെങ്കിലും ക്യൂ അറിയാലോ. എനിക്ക് തോന്നുന്നു ഡയലോഗ് ഇതാണെന്നാണ് എന്റെ വിശ്വാസം. ഡയലോഗ് എന്നാണ് പ്രേമത്തിന് എന്താ കുഴപ്പം, അതാണ് ഡയലോഗ് എന്നാണ്. ഈശ്വര ദൈവമേ, അഥവാ തെറ്റാണെങ്കിൽ അൽഫോൻസ് പുത്രൻ സാർ എന്നെ തെറിപ്പിക്കരുത്, പറപ്പിക്കരുത് ഈശ്വര. സാറായിട്ടാണ് ഇപ്പം ആക്ട് ചെയ്യുന്നത്. ആ പുഷ് വരെ, ആ പുഷ് വന്നില്ലെങ്കിലും അതിനൊപ്പമെങ്കിലും എത്തണം ശ്രമിക്കാം. ചിരിക്കാതിരുന്നാൽ മതിയായിരുന്നു. തുടങ്ങാല്ലേ? ഭയങ്കര തുടങ്ങാം. സാറേ, ഒരു പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ. പ്രേമത്തിന് എന്താ കുഴപ്പം? പ്രേമത്തിനല്ല, അത് കഴിഞ്ഞാണ് കുഴപ്പം തുടങ്ങിയത്. കുഴപ്പമില്ലാന്ന് തോന്നല്ലേ? ഡിങ്കോൾഫി ടീച്ചർ. അപ്പം നിങ്ങൾ ആരും ഡിങ്കോൾഫി ടീച്ചറിനെ മറക്കത്തില്ല. ഒബിയസ്ലി ആരും മറക്കത്തില്ലല്ലേ ഇത്രയും ചൊറി ടീച്ചറിനെ? അതെ, ആരും മറക്കില്ല. അപ്പൊ വാഴ 2 കണ്ടിട്ടില്ലാത്തവർ ഇൻക്ലൂഡിങ് മീ എത്രയും പെട്ടെന്ന് കാണണം. വാഴ കാണാത്ത കുട്ടിയാണ് എന്നെ ഇത്രയും നേരം ഇന്റർവ്യൂ ചെയ്തത്. ഞാൻ എന്ത് ചെയ്യണം ഇതിനെ? അതിന് വേണ്ടേ? പക്ഷെ കുഴപ്പമില്ല, വാഴ കണ്ട ഫുൾ ടീം അതിന്റെ ബാക്കിൽ ഇരിപ്പുണ്ട്. അവർ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മോള് നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്തു. എനിക്ക് നല്ല രസമായിരുന്നു. കുറെ ഞാനും ട്രോളി, എന്നെയും ട്രോളി. ഇതൊക്കെ തമാശക്ക് എടുക്കണേ, ഈ ട്രോളൊക്കെ തമാശക്ക് എടുക്കണേ. അല്ലെങ്കിൽ മാറി പറയും ആങ്കറിനെ കയറി വന്ന ഒരു ട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ ആങ്കർ എന്താ അങ്ങനെ പറഞ്ഞേ. ഇതൊക്കെ നമുക്ക് ഉള്ളൊരു കാര്യമാണ്. അത്രേ ഉള്ളൂ. ആ ഒരു സ്പിരിറ്റിൽ എടുക്കാൻ പഠിക്കണം. കാര്യം നമുക്ക് ട്രോളിയല്ലേ നമ്മൾ റീച്ച് ആവുള്ളൂ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഡൗൺ ആണ്, നിങ്ങൾ വേണം ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഒന്ന് കയറ്റിത്തരണം കേട്ടാ. അല്ല, പോസിറ്റീവ് റിവ്യൂസില് കേറുന്നില്ല. അതെ, ഹാഷിന്റെ തല വെച്ചാൽ മാത്രമേ ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. നിങ്ങളും കൂടെ ഒരു ഹാഷിന്റെ തല ഇതിന്റെ കൂടെ വെച്ചോ കേട്ടോ. അല്ലെങ്കിൽ നായകന്മാർ, സുന്ദരികളായ നായകന്മാരെ തല വെക്കേണ്ടി വരും. അപ്പൊ എന്തായാലും മാം ഭയങ്കര എന്താ പറയാ, ഇറ്റ് വാസ് എന്റർടൈനിങ്. ഇത്രയും എന്റർടൈനിങ് ആവുന്ന വിചാരിച്ചില്ല. ഭയങ്കര ലൈവ്ലി സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വിളിച്ചപ്പോഴത്തേക്ക് തന്നെ ഒട്ടും ജാടയില്ലാതെ വന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പക്ഷെ എനിക്ക് ജാട ഉണ്ടായിരുന്നു, കണ്ടുപിടിക്കാത്തത്. ഇനിയും അങ്ങനെയൊക്കെ പറയാം. അപ്പം നമ്മുടെ ടീം വിളിച്ചപ്പോഴത്തേക്ക് തന്നെ ഒരു ഇതുമില്ലാതെ ആൾ വന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ആൻഡ് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ പേര് തന്നെ ഡ്രീം ടു ഡെബ്യൂ. അത് പറയണം കേട്ടോ, നല്ല സംരംഭമാണ്. കാരണം എക്സ്റ്റാബ്ലിഷ് ചെയ്ത ആൾക്കാരെയൊന്നും അല്ല, നിങ്ങൾ ഡ്രീം ടു ഡെബ്യൂ ചെയ്ത ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു പ്രോത്സാഹനം. അതായത് തുടക്കക്കാരെ വിളിച്ച് അവരെ ബൂസ്റ്റ് ചെയ്യുക. ഈ ചാനൽ നല്ല രീതിക്ക് എത്തട്ടെ, നല്ല രീതിക്ക് എത്തട്ടെ. ബിക്കോസ് ഇനി ഒരുപാട് നല്ല കാലിബറുള്ള ഡെബ്യൂസിനെ കൊണ്ട് ഇവിടെ ഇരുത്തി അവരെയൊക്കെ ഡെബ്യൂ മാറ്റിയിട്ട് നല്ല സ്റ്റാർ ആക്കി വരണം. ഓക്കെ, അതിനൊരു തുടക്കമാവാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട്. താങ്ക് യു. ഞങ്ങളും തുടക്കക്കാരാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ദേ ആർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. അപ്പം നമ്മളെ പോലെ തന്നെ തുടക്കക്കാരെ വിളിച്ച് അവർക്കൊരു ചാൻസ് കൊടുക്കുക എന്ന് പറയുന്നത്, തുടക്കക്കാർക്ക് ചാൻസ് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. വിപിൻ സാറുണ്ട്, തുടക്കക്കാർക്ക് ചാൻസ് കൊടുക്കാൻ. വിപിൻ സാർ, സവിൻ സാർക്ക് ഉണ്ട് കേട്ടോ. സാറൊക്കെ കാണുന്നെങ്കിൽ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ തുടക്കക്കാരെ. വിപിൻ സാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, വിപിൻ സാറിന് ഒരുപാട് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്ന സ്ക്രിപ്റ്റുകൾ തുടക്കക്കാർ പോലും എടുക്കാത്ത രീതിക്ക് ഇന്ന് പിന്നെ മൂപ്പര് റീവർക്ക് ചെയ്തു. അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനാണ്. അതായത് സ്ക്രിപ്റ്റിന് നോ പറയാൻ പറ്റാത്ത രീതിക്കുള്ള സ്ക്രിപ്റ്റ്. ഇതിലൊരു നായകനും വേണ്ട, എൻ്റെ സ്ക്രിപ്റ്റ് വേണം. അവർക്ക് എന്നെ റിജക്റ്റ് ചെയ്താൽ അവർക്കാണ് നഷ്ടം എന്നുള്ള രീതിക്ക് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തു. അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. അപ്പോൾ അങ്ങനെ അത്രയും കോൺഫിഡൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള പുതിയ ആൾക്കാരെയൊക്കെ ധൈര്യത്തിൽ കൊണ്ടുവരും. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് റിജക്ഷൻ കിട്ടിയാൽ മാത്രമേ അങ്ങനെയൊന്നുമില്ല, ഒരു കോൺഫിഡൻസ്. അത് ചിലർക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇതൊക്കെ എന്താ പറയാ, സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ. ചിലർക്ക് ഓവർനൈറ്റ് കൊണ്ട് സ്റ്റാർ ആവും, ചിലർ സമയം എടുക്കും, റിജക്ഷൻ എടുക്കും.
പിന്നെ എന്തൊക്കെയോ ഈ പറഞ്ഞ കണക്ക് എവിടേക്കോ ദർ ഇസ് എ സൂപ്പർ പവർ. ആ പവർ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നു, നമ്മളോടൊപ്പം തുള്ളിച്ചാടുന്നു. അങ്ങോട്ട് ചാടരുടെ കുഞ്ഞിരാമ, ഇങ്ങോട്ട് ചാടരുത്. അതിന്റെ കൂടെ നീ ഇത്തിരി വർക്ക് ചെയ്യുന്നുണ്ട് തോന്നി തിരിച്ച് മാറ്റി എഴുതാൻ തോന്നിയാലോ തലവര. അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് വർക്കൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കും, ചിലപ്പോൾ തലവര മാറ്റിയെടുക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ വീണ്ടും അടുത്ത എന്റർടൈനിങ് എപ്പിസോഡും പുതിയ പുതിയ ഡെബ്യൂസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. Until then, take care. Bye bye. Thank you. Bye.